സാഹചര്യങ്ങളെ ഉണ്ടായിട്ട് ഉപയോഗിക്കാത്ത സ്ത്രീകളും, എന്നാൽ സാഹചര്യം വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അതിനെ നന്നായിട്ട് ഉപയോഗിച്ച സ്ത്രീകളെ പറ്റിയും പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒത്തിരി സ്ത്രീകൾ 3 പേരെ പറ്റിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പല സ്ത്രീകളെ പറ്റിയും അങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവത്തെ സേവിക്കാനുള്ള പല സാഹചര്യങ്ങളും നമ്മളിങ്ങനെ ഉണ്ടായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു, എന്നാൽ നമ്മളത് ഉപയോഗിച്ച സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചെന്ന് പലപ്പോഴും നമുക്കും പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഒട്ടും സാഹചര്യമില്ല, നമ്മൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ നമ്മളത് ഉപയോഗിച്ചതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളെ ഉപയോഗിക്കാത്ത ഒരു സ്ത്രീയെ പറ്റിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഇസബേലാണ്. ഇസബേൽ 1 രാജാക്കന്മാർ 16 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആ ഇസബേലിനെ പറ്റി കാണാനായിട്ട് സാധിക്കും. ഇസബേലിനെ നമുക്കറിയാം അല്ലേ? ഇസബേലിനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ദുഷ്ടമായിട്ടുള്ള സ്ത്രീയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇസബേൽ ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അവളെപ്പറ്റി നോക്കുമ്പോൾ അവൾക്ക് ഒരു യഥാർത്ഥ ദൈവത്തെ അറിയാനുള്ള എല്ലാ സാഹചര്യവും അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവൾ എന്താ ചെയ്തത്? അവൾ ആ സാഹചര്യത്തെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പം അവളുടെ സാഹചര്യം എന്താണ്? യഥാർത്ഥ ദൈവത്തെ അറിയാനുള്ള സാഹചര്യം അവൾ എന്ത് ചെയ്തില്ല? അവൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാം ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ ഇസബേലിനെ അവളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവളൊരു ദൈവത്തെ അറിഞ്ഞ വീട്ടിൽ നിന്ന് വന്നൊരു സ്ത്രീ അല്ല. 1 രാജാക്കന്മാർ 16 അധ്യായം 31 വാക്യത്തിൽ പറയുന്നുണ്ട്, സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ മകളായിരുന്നു ഈ ഇസബേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇസബേൽ ഒരു വിഗ്രഹാരാധനയിൽ ഒരു പാരമ്പര്യമുള്ള ഒരു ഭവനത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് ഇസബേൽ. പക്ഷേ അവളെ പറ്റി അപ്പം നമുക്ക് ചിന്തിക്കാം അല്ലേ, എങ്ങനെ കുറ്റം പറയാനായിട്ട് കഴിയുന്നത്? ഞാനും പഠിച്ചപ്പം പെട്ടെന്ന് ചിന്തിച്ചു എങ്ങനെ കുറ്റം പറയാൻ കഴിയുന്നത്. കാരണം അവൾ ജനിച്ചു വളർന്ന് അങ്ങനെയുള്ള സാഹചര്യമല്ല, അവൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെ അവൾക്ക് എങ്ങനെ നമുക്ക് കുറ്റം പറയാനായിട്ട് കഴിയും നമ്മൾ പക്ഷെ ചിന്തിച്ചു പോയേക്കാം. പക്ഷേ അവൾ വിവാഹം കഴിച്ചത് ആരെയാണ്? ആഹാബ് എന്ന് പറഞ്ഞ രാജാവിനെയാണ് അവൾ വിവാഹം കഴിച്ചത്. അവൾ ചെന്ന് എത്തിപ്പെട്ട ദേശം അങ്ങനെയുള്ള ദേശമാണ്, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത ദേശത്തിലാണ് അവർ എത്തിപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് എല്ലാ രീതിയിലും അവിടെ ദൈവത്തെ അറിയാനുള്ള എല്ലാ സാഹചര്യവും അവൾക്ക് ഉണ്ടായിരുന്നു. ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ അവൾ നേരിട്ട് കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? അവൾ ഈ സാഹചര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല 1 രാജാക്കന്മാർ 16:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. വിവാഹത്തിന് ശേഷം ആഹാബ് കൂടുതൽ വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ബാലൊരു ബലിപീഠം ഉണ്ടാക്കി, അക്ഷരപ്രതിഷ്ഠ ഉണ്ടാക്കി എന്നൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ അവൾ രാജ്ഞി എന്ന പദവി അവൾ എന്തിനാണ് ഉപയോഗിച്ചത്? അവൾ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് അവൾ ഉപയോഗിച്ചത്. എന്നാൽ രാജ്ഞി എന്ന പദവി അവൾ സത്യദൈവത്തെ അറിയുകയും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും, തൻ്റെ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു? വിഗ്രഹങ്ങളെ ആരാധിക്കാനായിട്ട് അവൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരിക്കലും നമുക്ക് എക്സ്ക്യൂസ് പറയാൻ എൻ്റെ സാഹചര്യം ഇതായിരുന്നു, ജനിച്ചു വളർന്ന സാഹചര്യം ഇതായിരുന്നു നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ രാഹാബ് എങ്ങനെയുള്ള സ്ത്രീയായിരുന്നു? രൂത്ത് എങ്ങനെയുള്ള സ്ത്രീയായിരുന്നു? ഇവരൊക്കെ സത്യദൈവത്തെ അറിയാത്ത ഭവനങ്ങളിൽ ജനിച്ചു വളർന്നവരായിരുന്നു. പക്ഷേ അവർക്ക് ആ സാഹചര്യം ലഭിച്ചപ്പോൾ അവർ ദൈവത്തെ അറിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അവൾ ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് തൻ്റെ ഭർത്താവിന്മേൽ അവൾക്കുണ്ടായിരുന്ന സാഹചര്യം, തൻ്റെ ഭർത്താവിന്മേൽ നല്ലൊരു സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം അവൾ എന്ത് ചെയ്തു? ശരിയായ രീതി ഉപയോഗിക്കാതെ ദുഷ്ടത പ്രവർത്തിക്കാനായിട്ടാണ് ആ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അവൾക്കുണ്ടായിരുന്ന സാഹചര്യം എന്താ? ഭർത്താവിൻ്റെ അടുക്കൽ എപ്പോഴും ചെല്ലാനും സംസാരിക്കാനും സ്വാധീനിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ആ സ്വാതന്ത്ര്യത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 21 അധ്യായത്തിൽ നമുക്ക് കാണാം നാബാത്തിൻ്റെ സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അവിടെ എന്താ? നാബാത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടം ആക്കാനായിട്ട് ആഹാബിനൊരു ആഗ്രഹം വന്നു അല്ലേ? എന്നിട്ട് ആഹാബ് ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ നാബാത്ത് അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേനും ആഹാബ് ആകപ്പാടെ ഡിപ്രസ്ഡായി അല്ലെ, കട്ടിലിന്മേൽ കിടക്കുന്നു, ആഹാരം കഴിക്കുന്നില്ല, വളരെ ദുഃഖിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇസബേൽ അവിടെ കയറി ചെല്ലുന്നത്. നമ്മളേക്ക് ആഹാബ് വലിയ രാജാവൊക്കെ അല്ലേ, വളരെ ശക്തനായിട്ടുള്ള രാജാവ്. പക്ഷേ അത്ര വലിയ ശക്തിയുള്ള മനസ്സൊന്നും അല്ലായിരുന്നു ആഹാബിനുണ്ടായിരുന്നത്. ഒരു ബലഹീന മനസ്സായിരുന്നു ആഹാബിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ആഹാബ് ഒരു ചീരത്തോട്ടം മുന്തിരിത്തോട്ടം കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് ആഹാബ് ആവപ്പാടെ തളർന്നു പോയി. ആഹാബ് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇസബേൽ അവിടെ രംഗത്ത് ഇറങ്ങുന്നതായിട്ട് കാണാനായി. പിന്നെ ഇസബേലാണ് അവിടെ പ്രവർത്തിക്കുന്നത്.
ഇസബേൽ എന്ത് ചെയ്തു? നാബാത്തിനെതിരെ തെറ്റായ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി, കള്ളാരോപണങ്ങൾ ഉണ്ടാക്കി, കള്ള സാക്ഷികളെ കൊണ്ടുവന്നു. അവസാനം എന്ത് ചെയ്തു? ഒരു തെറ്റും ചെയ്യാത്ത നാബാത്തിനെ എന്ത് ചെയ്യുന്നു? അവിടെ കൊല്ലുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ നമുക്ക് ഈ കാണാം, ഇസബേലിന് വേണമെങ്കിൽ പറയാല്ലേ, സാരമില്ല, ഒരു ചീരത്തോട്ടത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ സ്ഥലം കിടപ്പില്ലേ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് കൃഷി ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് ഇതിനൊക്കെ ആരും ഡിപ്രസ്ഡായി കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വേണമെങ്കിൽ നേരെ ആക്കാമായിരുന്നു. പക്ഷേ ഇസബേൽ അതൊന്നും ചെയ്തില്ല. മാത്രം എന്ത് ചെയ്തില്ല, വെറുതെ ഇരുന്ന ആഹാബിനെ ഒറ്റ നിമിഷം കൂടെ ഒരു കൊലപാതകനാക്കി കൊടുത്തു. നോക്കി, ആഹാവ് ചിന്തിച്ചു പോലുമില്ല അവിടെ ഈ മനുഷ്യനെ കൊല്ലണമെന്നോ ഒരു കൊലപാതകനാകണമെന്നോ ഒന്നും ചിന്തിക്കാതിരുന്ന ഒരു ആഹാബിനെ എന്ത് ചെയ്തു? തൻ്റെ മേലുള്ള സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവിടെ ഒരു കൊലപാതകനാക്കി തീർക്കുന്നതായിട്ട് കാണാനായി. ഒരു സ്ത്രീയുടെ ശക്തി അത്രമാത്രം അല്ലേ. തൻ്റെ ഭർത്താവിന്മേലുള്ള സ്വാതന്ത്ര്യം അവൾ എന്ത് ചെയ്തു? തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ കൊലപാതകന്മാരാക്കാറില്ലേ ഭർത്താക്കന്മാരെയൊക്കെ? നമ്മളില്ലെന്നായിരിക്കും പറയുന്നത്, പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു അല്ലേ. അങ്ങനെ നോക്കിയാൽ നമ്മൾ എത്ര പേര് നമ്മുടെ ഭർത്താക്കന്മാരെ കൊലപാതകന്മാരാക്കിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അല്ലേ, അവർ വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും എന്ത് പറ്റി അല്ലേ, അപ്പോൾ പറയും, ഇല്ല ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ മിണ്ടാതിങ്ങ് പോകുന്നു അല്ലേ, നിങ്ങൾ എന്തോ മനുഷ്യന് എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ എടുത്ത് വിളിക്കെന്ന് പറഞ്ഞ് അല്ലേ, 2 വർത്തമാനം പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ എടുത്ത് വിളിപ്പിക്കും അല്ലേ. അത് പിന്നെ വലിയ പകയിലേക്ക് നയിക്കും. ഒന്നും വെറുതെ സങ്കടപ്പെട്ട് അവിടുത്തെ ഭർത്താവ് അവിടെ മിണ്ടാതെ ഇരുന്നിരുന്നെങ്കിൽ അത് ആ സങ്കടം അങ്ങനെ അങ്ങ് വേണേ പോയേനെ. പക്ഷേ എന്ത് ചെയ്ത്? ഫോൺ എടുത്ത് വിളിപ്പിച്ച് അല്ലേ, നമുക്ക് കേൾക്കാം ചില സമയങ്ങൾ പുറകിൽ സഹോദരിമാർ ഇങ്ങനെ പറയുന്നത്, അത് പറ ഇത് അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും? പലപ്പോഴും ഭർത്താക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യും? ആ സഹോദരനെ പകയ്ക്കാനായിട്ട് ഇടവരുത്തും. അവസാനം എന്ത് ചെയ്യും? അവസാനം പറഞ്ഞു എന്നാൽ ഇനി സഭയിൽ പോകുന്നില്ല, ഞാൻ വരത്തില്ലെന്ന് പറയും ഭർത്താക്കന്മാർ. അവസാനം ഈ വീട്ടിലെ വഴക്ക് പേടിച്ച് എന്ത് ചെയ്യും? വിളിച്ച് പറയും, ഞങ്ങൾ ഇനി സഭയിൽ വരുന്നില്ലെന്ന് പറയും. അവസാനം പോയി പിള്ളേർ സഭയിൽ പോകത്തില്ല. അവസാനം ആ കുടുംബം പിന്മാറ്റത്തിലേക്ക് പോയി. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കുടുംബം നമ്മൾ നോക്കുമ്പം നശിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. പലപ്പോഴും നമുക്ക് ഇന്ന് നമ്മുടെ ഭർത്താക്കന്മാരുടെ മേലൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലേ, അങ്ങനെ പേടിച്ച് വിറച്ചൊന്നും ഇരിക്കേണ്ട സാഹചര്യമൊന്നും അല്ല. ഈസബേലിനെ പോലെ നല്ല സ്വാതന്ത്ര്യം ഉള്ളതായിരുന്നു. പക്ഷെ ഇസബേൽ എന്ത് ചെയ്തു? ഇസബേൽ തന്നെ ഭർത്താവിനെ കൊലപാതകന്മാർ ആക്കിയതുപോലെ പലപ്പോഴും നമ്മൾ പറയത്തില്ല, പോട്ടെ ക്ഷമിക്കാൻ ഇത്രയല്ലേ ഉള്ളൂ, അതിപ്പം 2 ദിവസം കഴിയുമ്പോൾ അതങ്ങനെ ശരിയായിക്കോളും, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അന്യായമായിട്ട് കഷ്ടം സഹിക്കാനല്ലേ ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ സ്വസ്ഥത കൊടുക്കത്തേയില്ല. ചിലപ്പം ചില സഹോദരന്മാർ പറഞ്ഞേക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല ബ്രദറെ, പക്ഷെ അവൾ സമ്മതിക്കത്തില്ല. വീട്ടിൽ ചെന്നാൽ 24 മണിക്കൂറും ഇതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഓതിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എനിക്കൊരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ രീതിയിൽ നമ്മൾ ഭർത്താക്കന്മാരെ പലപ്പോഴും നമ്മൾ കൊലപാതകന്മാരാക്കാറുണ്ടെന്നുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ. 1 രാജാക്കന്മാർ 21-25 എന്താ പറയുന്നത്? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ ഇസബേൽ ആഹാബിനെ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? എന്നാൽ ആഹാബ് ഈ ഇസബേലിന്റെ ജോലി എന്താ? ഇങ്ങനെ പുറകെ ഇരുന്ന് കുത്തി ആഹാബിനെ കൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക എന്നാണ് ഈ ഭാര്യയുടെ ജോലി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കൊലപാതകം ഒരുപക്ഷെ ചെയ്യുന്നില്ലായിരിക്കാം അല്ലേ, അങ്ങനെ ചെയ്യത്തില്ല, കാരണം എന്താ? ഭർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ജയിലിലായി പോവും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പുറകെ നിന്ന് വേറെ ശുശ്രൂഷ ചെയ്ത് ബൈബിൾ പ്രകാരം നമ്മൾ കൊലപാതകന്മാരാക്കുന്ന സന്ദർഭമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. സദൃശവാക്യങ്ങൾ 14:1 പറയുന്ന പോലെ ഭോഷത്വമുള്ള സ്ത്രീ സ്വന്തം കൈകളാൽ തൻ്റെ വീട് പൊളിച്ചു കളയുന്നു. ഭോഷത്വമുള്ള സ്ത്രീ എന്താ ചെയ്യുന്നത്? സ്വന്തം കൈ കൊണ്ട് അവളുടെ വീട് അല്ലേ. ഇപ്പം നോക്കി ഇസബേൽ എന്താ ചെയ്തത്? ഇസബേൽ തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇത് തന്നെയാണ്. നമുക്ക് സാഹചര്യമുണ്ട്, സ്വാതന്ത്ര്യം എന്നുള്ള സാഹചര്യം നമുക്കുണ്ട്, നമുക്കതിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ തെറ്റായ രീതിയിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 3ാമത് അവളെ പറ്റി പറയുന്നത്, മാനസാന്തരപ്പെടാനുള്ള സാഹചര്യം അവസരവും അവൾക്കുണ്ടായിരുന്നു, പക്ഷേ അവൾ അവസരം ഉപയോഗിച്ചില്ല. മാനസാന്തരപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അവൾക്കുണ്ടായിരുന്നു, പക്ഷേ അവൾ ഉപയോഗിച്ചില്ല. നമുക്കറിയാം, ഏലിയാവ് ആഹാബിനോട് ചെന്ന് പറയുന്നുണ്ടല്ലേ, ഈ നാബാത്തിനെ കൊന്നു, മാത്രമല്ല ഒത്തിരി ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ദേവദാസന്മാരും ഒക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറയുന്നുണ്ട്, നീ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നിന്റെ മേൽ അനർത്ഥം വരുത്തും, നിന്നെ നിർമൂലമാക്കും, നിന്റെ പുരുഷപ്രജയൊക്കെയും നശിപ്പിക്കും എന്നൊക്കെ ചെന്ന് ഈ പ്രവാചകൻ ആഹാബിനോട് പറയുമ്പം ആഹാബ് അവിടെ ഒരു മാനസാന്തരപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആഹാബ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും.
എനിക്കൊന്ന് ഇസബേൽ ആ സമയത്ത് അടുത്തുണ്ടായിരുന്നില്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാനസാന്തരപ്പെടാൻ സമ്മതിക്കത്തില്ലായിരുന്നു, വേറെ എന്തെങ്കിലും പറഞ്ഞ് കുത്തി തിരിപ്പിച്ചേനെ. പക്ഷെ ഇസബേൽ അന്ന് അടുത്തില്ലായിരുന്നുകൊണ്ട് ആഹാബിന് തന്നെത്താൻ താഴ്ത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവിടെ ആഹാബിൻ്റെ ശിക്ഷയെ ഇളച്ചു കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇസബേലിനോട് ചെന്ന് പറഞ്ഞു അല്ലേ, ഇസബേലിനോടും പറഞ്ഞു. 1 രാജാക്കന്മാർ 21:23 വാക്യത്തിൽ പറയുന്നുണ്ട്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിലെ മതിലരികെ വെച്ച് തിന്നു കളയും എന്നൊക്കെ ഇസബേലിനോടും പ്രവാചകൻ ചെന്ന് പറഞ്ഞു. ഇസബേൽ ഇതൊന്നും ഒരു പ്രശ്നമില്ലല്ലേ, നായ്ക്കൾ തിന്നെങ്കിൽ തിന്നട്ടെ, എന്താണേലും വരട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ള ഇസബേലിൻ്റെ മനോഭാവം. ഇസബേൽ ഒന്നും കേട്ട് ഒരു കൂസലും ഇല്ല. പക്ഷേ നമുക്കറിയാം അവസാനം എന്താ പറ്റിയത്. അവസാനം ആ കുടുംബം നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇസബേൽ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നതായിട്ട് കാണാനും സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് വരാം അല്ലേ, വന്നെന്നിരിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഒരു പക്ഷേ ഒക്കെ ഭർത്താവിനെ, നമ്മുടെ കുടുംബത്തെ നമ്മളിങ്ങനെ തെറ്റായി സ്വാധീനിച്ചു. നമ്മുടെ ആ ഇമോഷണൽ പെട്ടെന്നുള്ള ഇതിൽ നമ്മൾ ഇല്ല ഇനി സഭ വരുന്നില്ല, പിള്ളേരെയും വിടത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ച് നമ്മുടെ കുടുംബത്തെ തെറ്റായി നയിച്ചു. പക്ഷേ പിന്നീട് സഹോദരന്മാർ വന്ന് സഭയിൽ നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിക്കും, ക്ലാസ്സുകൾ കൂടെ നമ്മൾ കേൾക്കും. ദൈവം ഒരു അവസരം നമ്മൾ തരുമ്പം നമ്മൾ പിന്നെയും നമ്മൾ എന്ത് തെറ്റായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഇസബേലിൽ വന്ന അവസ്ഥ തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു എന്തുമാത്രം സ്വാതന്ത്ര്യം എൻ്റെ ഭർത്താവിന്മേലുണ്ടായിരുന്നു. വലിയ ശക്തനായ രാജാവൊക്കെയാണ് ആഹാവ്, പക്ഷേ നല്ല സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്തു? തൻ്റെ സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എസ്തേറിനെ നോക്കിക്കേ, അതും ഒരു രാജ്ഞിയാണ് അല്ലേ. എസ്തേർ എന്ത് ചെയ്തു? എസ്തേർ തൻ്റെ രാജ്ഞിസ്ഥാനം എന്താ ചെയ്തത്? തൻ്റെ ജനത്തെ രക്ഷിക്കാനായിട്ടാണ് എസ്തർ തൻ്റെ രാജ്ഞിസ്ഥാനം ഉപയോഗിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് നമുക്കറിയാം യാതൊരു സ്വാതന്ത്ര്യം എസ്തറിനില്ല അല്ലേ. ആ പഞ്ചങ്കോൽ നീട്ടിയില്ലെങ്കിൽ തന്നെ ജീവൻ പോകുന്ന അവസ്ഥ വരെയായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനെ ശരിയായി പ്രാർത്ഥിച്ച് സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചു. ഇസബേല ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിരസിച്ചപ്പോൾ എസ്തർ എന്താ ചെയ്തേ? തന്നെ ദൈവം എന്തിനാണോ വിളിച്ചത്, തന്നെ ദൈവം എന്തിനാണോ ആ സ്ഥാനത്താക്കിയത്, അവൾ എന്ത് ചെയ്തു? അവളെ ശുശ്രൂഷ നിറവേറ്റുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇസബേൽ ദേവദാസന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തെങ്കിൽ എസ്തർ എന്താ ചെയ്തത്? വലിയൊരു കൊലപാതകത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, 2 രാജ്ഞിമാർ അല്ലേ. ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല, ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ഒരാൾ തൻ്റെ സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് തൻ്റെ ഭവനത്തെ നാശത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ വേറൊരു രാജ്ഞി തൻ്റെ ഭർത്താവിന് മേൽ യാതൊരു സ്വാതന്ത്ര്യമില്ലെങ്കിലും അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ സ്വാതന്ത്ര്യത്തെ തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ഇത് സാഹചര്യത്തെ കുറ്റം പറയാൻ കഴിയുമോ? അതിനാണെങ്കിൽ എസ്തർ ഒരിക്കലും ഈ പ്രവൃത്തി ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യത്തെ നമ്മൾ കുറ്റം പറയും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ അല്ലേ? തെറ്റുകൾ വന്നു പോയേക്കാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വന്നാൽ തന്നെയും നമുക്ക് ദൈവമുള്ള അവസരം തരുമ്പോൾ നമ്മൾ താഴ്ത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ബിഹൈൻഡ് എവരി ഗ്രേറ്റ് മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയില്ല, എത്ര സത്യം അല്ലേ. ഗ്രേറ്റ് മാൻ്റെ പുറകെ മാത്രമല്ല അല്ലേ, മോശമായ പുരുഷന്മാരുടെ പിന്നിലും മോശമായിട്ടുള്ള ചില സമയങ്ങളിൽ ഒരു ഭാര്യ ചിലപ്പം കാണും. കാരണം എന്താ അല്ലേ? എസ്തേറെ നോക്കിയാൽ എസ്തേറിൻ്റെ ഭർത്താവ് എത്രയോ ഇതായിരുന്നു, പക്ഷെ അവൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? അവൾ ആ രാജ്ഞിസ്ഥാനം അവൾ പ്രാർത്ഥിച്ച് തന്നെ ദൗത്യം നിർവഹിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇസബേലിനെ പോലെ നമ്മളൊരിക്കലും നമ്മുടെ ഭർത്താക്കന്മാരെ കൊലപാതകന്മാരാക്കാതെ നമ്മുടെ കുടുംബത്തിലെ നാശത്തിലേക്ക് നയിക്കാതെ നമുക്ക് ദൈവം ഏൽപ്പിച്ച് തന്ന സാഹചര്യങ്ങൾ ശരിയായി ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി സാഹചര്യങ്ങൾ പരിമിതമായിട്ടും ദൈവത്തെ സേവിച്ച 2 സ്ത്രീകളെ പറ്റി ഞാൻ പറയാം. അതിലൊന്ന് ഹന്നയെ പറ്റി നമുക്കറിയാം അല്ലേ. 1 ശമൂവേൽ 1-2 അധ്യായങ്ങളിൽ നമുക്ക് ഹന്നയെ പറ്റിയുള്ള സംഭവം കാണാനായിട്ട് സാധിക്കും. അവളുടെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അവൾക്ക് എന്താ ഉണ്ടായിരുന്നത്? അവൾക്ക് മക്കളില്ലെന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ അവളുടെ സങ്കടം. അപ്പം അവൾക്കുണ്ടായിരുന്ന സാഹചര്യം എന്താ? അവൾക്ക് ഒരു മാനസിക വേദന, അതാണ് അവളുടെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ. മാനസിക വേദനയായിരുന്നു അവളുടെ സാഹചര്യം. പക്ഷെ അവൾ എന്ത് ചെയ്തു? ഈ മാനസിക വേദനയെ ദൈവവുമായുള്ള ഹൃദ്യമായ ബന്ധത്തിനുള്ള ഒരു സാധ്യതയാക്കി മാറ്റി. ഷീ ട്രാൻസ്ഫോം സഫറിങ്സ് ഇൻ ടു ഇൻറ്റിമേറ്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ അവളുടെ മാനസിക വേദന നിറഞ്ഞ സാഹചര്യത്തെ അവൾ ദൈവവുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധത്തിനുള്ള ഒരു സാധ്യതയാക്കി മാറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആളറിയാം, അവൾ മച്ചിയായ സ്ത്രീ ആയിരുന്നു. മാത്രമല്ല ഇപ്പം ഒരു മക്കളില്ലാത്തതിൻ്റെ ദുഃഖം അവളുടെ ഹൃദയത്തിൽ വളരെയധികം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അല്ലേ. മാത്രമല്ല അവളുടെ വീട്ടിലാരോ ഉള്ളത്? വേറൊരു സ്ത്രീ ഉണ്ടല്ലേ. അവളെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വ്യസനിപ്പിച്ച് സങ്കടപ്പെടുത്തി കൊണ്ടിരിക്കുന്ന വേറൊരു സ്ത്രീ ആ വീട്ടിലുണ്ട്. അതിനകത്ത് പറഞ്ഞെന്താ? പെനീനെ പറ്റി പറഞ്ഞെന്താ? അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചെന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ
അവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സർവ്വസമയവും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നോക്കി, ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കളില്ല അല്ലേ, അതിൻ്റെ സങ്കടം വളരെ ദുഃഖത്തിലിരിക്കുന്നു. വീട്ടിൽ തന്നെ വേറൊരു സ്ത്രീ അവളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല പുറത്തോട്ട് ഇറങ്ങിയാലോ സമൂഹം അവളെല്ലാം അല്ലേ, അന്നത്തെ കാലത്ത് മക്കളെന്ന് പറഞ്ഞാൽ വളരെ എന്തൊരു ഭയങ്കര കുറവ് പോലെ. അപ്പോൾ സമൂഹത്തിൽ ഇറങ്ങിയാൽ അവിടെ ഇങ്ങനെ വല്ലാത്ത നോട്ടങ്ങൾ. ഒരു സ്ത്രീക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും? വീട്ടിൽ സന്തോഷമില്ല അല്ലേ, ഇനി വീട്ടിൽ അപ്പുറത്തെ മുറിയിലോട്ട് ചെന്നാൽ വേറൊരു സ്ത്രീ അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുറത്തോട്ട് ഇറങ്ങിയാൽ ആ രീതിയിലൊരു ബുദ്ധിമുട്ട്. അപ്പം മൊത്തം നോക്കിയ ഒരു മനോവ്യസനം നിറഞ്ഞ ഒരു മാനസിക വേദന നിറഞ്ഞ ഒരു സാഹചര്യമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവൾ എന്താ ചെയ്തത്? അവൾ ഈ അവസരത്തെ അവൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രാർത്ഥനയല്ല, ദൈവമായിട്ടുള്ളൊരു ഹൃദ്യമായ ബന്ധത്തിനുള്ളൊരു സാധ്യതയാക്കി മാറ്റുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ എന്താ സംഭവിക്കുന്നത് അല്ലേ, സാധാരണ നമുക്ക് പ്രയാസങ്ങളും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒന്നുകിൽ ആരോടും മിണ്ടത്തില്ല അല്ലേ, ആരോടും മിണ്ടത്തില്ല, മുഖം വീർപ്പിച്ചിരിക്കും. ഹന്നയാണെങ്കിൽ വേറെ പെനിയനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം, ഭർത്താവിൻ്റെ ഇറിറ്റേറ്റഡായിട്ട് സംസാരിക്കാം, എല്ലാവരുടെ ഇറിറ്റേഷൻ. പിന്നെ എന്ത് ചെയ്യും? ചില സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? അവർ മുറിയല്ലാതെ അടച്ച് വീടുമെല്ലാം ലോക്ക് ചെയ്ത് പിന്നെ ആരും അവിടെ ചെല്ലുന്നതിന് പറഞ്ഞിട്ടുണ്ട്. ചില സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമല്ല പിന്നെ എൻ്റെ വീട്ടിൽ ആരും വരണ്ട, എന്നെ ആരും വിളിക്കണ്ട, എന്നെ ആരും ഫോൺ ചെയ്യണ്ട, എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതിൻ്റെയൊക്കെ വളരെ മൈന്യൂട്ട്. ചിലർ തലവേദനയായിരിക്കും കാണുന്നത്, അത്രയും മതി, അപ്പോഴേ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന സഹോദരിമാരും ഇല്ലേ നമ്മളൊക്കെ ഓരോരുത്തരുണ്ട്. അപ്പം അങ്ങനെയാണ് നോർമലായിട്ട് മനുഷ്യൻ പ്രതികരിക്കുന്നത്, അല്ലാത്തവരുണ്ട്. പക്ഷേ ഹന്ന ഇവിടെ എന്താ ചെയ്തത്? ഹന്ന ആ സമയം ദൈവമായിട്ട് ഒരു ഹൃദ്യമായ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ദൈവമായിട്ട് അല്ലേ. തൻ്റെ സങ്കടം വന്ന് കർത്താവിനിക്ക് ദൈവമേ കുഞ്ഞുങ്ങളിരുന്നുള്ള സങ്കടം അവൾ വന്ന് കർത്താവിനോട് ഒരു അടുത്ത ഫ്രണ്ടിനോട് പറയുന്നത് പോലെ അവൾ വന്ന് കണ്ണീരൊഴുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 1:5 പറയുന്നുണ്ട്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അപ്പോൾ അവളുടെ ഗർഭം അടച്ചതാരാ? യഹോവ. പക്ഷെ അവൾ ഏറ്റവും അടുത്തതാരോടാ? യഹോവയോട്. കണ്ടോ? എന്നാൽ അവളുടെ ഗർഭം അടച്ച് അവളുടെ സങ്കടത്തിന് കാരണമായിട്ട് ആ ഗർഭത്തെ അടച്ചതാരാ? യഹോവയാണ് ഗർഭത്തെ അടച്ചത്. പക്ഷേ ആ യഹോവയോട് അവൾ വളരെ അടുത്ത് അല്ലേ, ആ കണ്ണീരൊഴുക്കി കർത്താവിന്റെ സന്നിധിയിൽ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. നമുക്ക് പറ്റും അങ്ങനെ അല്ലേ. പലപ്പോഴും നമ്മൾ 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ മാസങ്ങളൊക്കെ ദൈവനിമിഷം നമ്മളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ വർഷങ്ങളായി കാര്യം നടക്കുന്നില്ല അല്ലേ. അങ്ങനെ എല്ലാവരും കളിയാക്കുന്നു. എവിടെ ചെന്നാലും ഈ ചോദ്യത്തിൽ മക്കളില്ലേ, മക്കളിൽ നിന്നുള്ള ചോദ്യം അല്ലേ, എവിടെ ചെന്നാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യം. ഇങ്ങനെ ചോദ്യങ്ങൾ കേട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നുമില്ല, ദൈവം തരുന്നെങ്കിൽ തരട്ടെ, എന്താണെന്ന് വെച്ചാൽ വരുന്നത് വഴിയിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കും. പക്ഷേ ഹന്ന അങ്ങനെയല്ല ചെയ്തത്. ഹന്ന അവിടെ വളരെ സങ്കടത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന ഈ സങ്കടങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാണ് എനിക്ക് ഗർഭം അടച്ചത്, ആ ദൈവത്തിന് അത് തുറക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി. അവൾ ആ വേദന നിറഞ്ഞ സാഹചര്യത്തെ ദൈവമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അങ്ങനെ ആ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് അവൾ ആ സാഹചര്യത്തെ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സത്യത്തിൽ നോക്കിയാലേ സാധു കൊച്ചുഞ്ഞുപദേശി അങ്ങനെയുള്ള പല പാട്ടുകാരുണ്ട്. അവരൊക്കെ ഈ പാട്ടുകൾ എഴുതിയ സാഹചര്യം എന്താ? അവരെ കുഞ്ഞു മരിച്ചു പോയ സമയം, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയം, പട്ടിണി കിടന്ന സമയമൊക്കെ ഇതൊക്കെ അനുവദിച്ചതാരാ? ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. കുഞ്ഞ് മരിക്കാൻ കാരണമായി തീർന്ന് ദൈവം അറിഞ്ഞിട്ടല്ലേ കുഞ്ഞ് മരിച്ചത്. പക്ഷെ അവരെല്ലാം ചെയ്തത് എന്താ? ഇതാണ്. അവരാ സമയത്ത് ആ പാട്ടുകളൊക്കെ ദുഃഖത്തിൻ്റെ പാനപാത്രമുള്ള പാട്ടുകളൊക്കെ എഴുതാൻ കാരണം എന്താ? അവർക്ക് ഇത് അനുവദിച്ച ദൈവത്തോട് അവർക്ക് ഒരു ദേഷ്യമില്ല. മാത്രമല്ല തൻ്റെ മാനസിക വേദന അവരെന്ത് ചെയ്തു? ദൈവമായിട്ട് അടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ അവൾ ചെയ്ത വേറൊരു കാര്യമാണ്, തനിക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കായിട്ട് അവൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഷീ സറണ്ടർ ഹെർ ഫ്യൂച്ചർ ബ്ലെസ്സിങ്സ് ഫോർ ഗോഡ്സ് പർപ്പസ്. ഇപ്പം അവളുടെ സാഹചര്യം എന്താ? അനുഗ്രഹം ലഭിച്ചിട്ടില്ല, അതാ അവളുടെ സാഹചര്യം. ഇപ്പം പ്രസന്റിൽ അവൾക്ക് ഒരു അനുഗ്രഹം ഇല്ല. പക്ഷെ അവൾ ഫ്യൂച്ചർ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കായിട്ട് അവൾ സമർപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 1:11 നമുക്ക് കാണാം, അവൾ ഒരു നേർച്ച നേർന്നത് കാണാനായിട്ട് സാധിക്കും അല്ലേ. അവൾ എന്താ നേർന്നത്? സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഈ നേർച്ച നേർന്ന സമയത്ത്
അവൾക്ക് അങ്ങ് ഏലി പുരോഹിതൻ പറഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞുണ്ടാകുമെന്നോ ഒന്നും അവളോട് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു, അവൾക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കുന്നുള്ള ഉറപ്പും അവൾക്കില്ല. പക്ഷെ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ അവൾ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും. അപ്പോൾ അവളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ലഭിക്കാത്ത ഒരവസ്ഥയാണ് അവളുടെ സാഹചര്യം. പക്ഷെ ലഭിക്കുന്നുള്ള യാതൊരു ഉറപ്പുമില്ല. അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ അവൾ ആ സമയത്ത് അവൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം അല്ലേ, അവർക്ക് വേണേൽ പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ കഷ്ടത നീ ഓർക്കണമേ, നിന്ന നീ ഓർക്കണമേ, അല്ലേ, എന്നെ നിന്ദിച്ചവർക്ക് മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് വേണം പ്രാർത്ഥിക്കാം, അല്ലേ. അവരുടെ മുമ്പിൽ എനിക്ക് ഒന്ന് സന്തോഷമായിട്ട് കാണിക്കണം, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് കാണിക്കണം, അതിനായിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനായിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ. നിങ്ങൾ ഇത്രയും നാൾ കുഞ്ഞില്ലാതെ ജീവിച്ചു, ഞാനൊന്ന് സന്തോഷിക്കട്ടെ കർത്താവേ, അല്ലേ. എല്ലാ അമ്മമാരെ പോലെ ഞാനൊന്ന് സന്തോഷിക്കട്ടെ, എനിക്കും കൊച്ചിനെ കളിപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ പ്രായമാകുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ ആരുമില്ല, അതിനായിട്ട് ഒരു കുഞ്ഞിനെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ അവളതൊന്നുമല്ല പ്രാർത്ഥിച്ചത്. അവളെന്താ പ്രാർത്ഥിച്ചത്? അല്ലേ, ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയാണ് അവളവിടെ ചെയ്തത്. മാത്രമല്ല ഒന്നോർക്കണം, ഇനിയും മക്കളുണ്ടാകുന്ന അവൾക്ക് എന്താ ഉറപ്പ്? ഇപ്പൊ തരാൻ പോകുന്നൊരു കുഞ്ഞിനെ ഓർത്ത് സമർപ്പിച്ച് കഴിഞ്ഞു, ഇനി മക്കളുണ്ടായില്ലെങ്കിൽ അവൾക്ക് യാതൊരു ഉറപ്പില്ല ഇനി വേറെ മക്കളുണ്ടാകുന്നു. അപ്പൊ എത്ര വലിയ വിശ്വാസം ഹന്നയ്ക്ക് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, താൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അതിന് അനുഗ്രഹം ലഭിച്ചിട്ടില്ല, ഇനി വേറെ അനുഗ്രഹം ലഭിക്കുമോയെന്ന് അവൾക്ക് അറിയത്തില്ല. പക്ഷെ എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ അനുഗ്രഹത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് കഴിയുമോ അങ്ങനെ? നമ്മൾ പല വിഷയങ്ങളും പ്രാർത്ഥിക്കും, അല്ലേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിന് കുഞ്ഞിനെ തന്ന ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും ദൈവം അവനെ വിളിച്ചാൽ അവന് മനസ്സുണ്ടെങ്കിൽ ഞാൻ സമർപ്പിക്കാം. അപ്പം നമ്മളും നല്ല കുഞ്ഞായി, ദൈവത്തിന് മുമ്പ് നമ്മൾ നല്ല കുഞ്ഞായി. പിന്നെ ദൈവത്തിന് ഒരു ക്ലോസ് ഇട്ട് കൊടുത്താൽ പറഞ്ഞല്ലേ, ദൈവം വിളിച്ചാൽ അല്ലെങ്കിൽ അവന് അങ്ങനെ മനസ്സ് തോന്നിയാൽ ദൈവമേ ഞാൻ സമർപ്പിക്കാമെന്ന്. പക്ഷെ ഹന്ന അങ്ങനൊന്നുമല്ല പറഞ്ഞത്. ദൈവം വിളിച്ചാലൊന്നും പറഞ്ഞില്ല, ആ കുഞ്ഞിന് മനസ്സുണ്ടെങ്കിലൊന്നും പറഞ്ഞില്ല. ഹന്ന ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കർത്താവേ നീ കുഞ്ഞിനെ തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ ദൈവത്തിനായിട്ട്, അതെപ്പോഴാണ് ജീവപര്യന്തം ഓർക്കണം. 1-2 വർഷത്തേനല്ല, അല്ലെ 10 വർഷത്തിന് കർത്താവിൻ്റെ വേലയ്ക്ക് അവനെ വിട്ടേക്കാം, എവിടെയും നോർത്ത് ഇന്ത്യ വിട്ടേക്കാം, പിന്നെ തിരിച്ചു വിളിക്കാമെന്നല്ല, അവൻ്റെ അവസാനം വരെ അവനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാമെന്നാണ് അവൾ പറയുന്നത് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. അങ്ങനെ സിറ്റുവേഷൻ നമ്മളെ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരത്തുള്ളൂ. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലേ, എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യത്തില്ല, ഞാൻ ദൈവത്തിനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ആ കുഞ്ഞിനെ തന്നാൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്താൽ അതുകൊണ്ട് എനിക്ക് ഒരു ദുഃഖം ഉണ്ടാകത്തില്ലെന്നുള്ള ഉറച്ച വിശ്വാസം ഹന്നയ്ക്ക് ഉണ്ടായിരുന്നു. ഇത്രയും ബൈബിൾ ക്ലാസ്സുകളോ ദൈവവചനത്തിൻ്റെ പഠനങ്ങളോ ഒന്നും കേട്ടൊരു കാലമല്ല. പക്ഷെ എന്നിട്ടും ഹന്നയുടെ വിശ്വാസം എന്തുമാത്രമായിരുന്നു. നമ്മൾ ചോദിക്കില്ലേ, നമ്മുടെ ദൈവം എനിക്കൊരു വീട് തന്നാലും ഞാൻ ആ വീട് തുറന്നു കൊടുക്കാം, അല്ലേ, നല്ല പേരൊക്കെ ഇടും, എല്ലാ ബൈബിൾ സാക്ഷ്യം പറയുമെന്ന് പറയും, ഞാൻ വീട് തുറന്നാൽ അനേകം ആൾക്കാർ വന്ന് താമസിക്കട്ടെ, അല്ലെ, ബൈബിൾ ക്ലാസ് നടക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വീട് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? 1 മാസം നമ്മൾ തുറന്നു കൊടുക്കും, പിന്നെ നമ്മൾ താക്കോല് പൂട്ടി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പോവും. പക്ഷെ ഹന്ന അങ്ങനെയല്ല. ഹന്നയ്ക്ക് വലിയൊരു വിശ്വാസമായിരുന്നു ഹന്നയ്ക്ക് ഉണ്ടായിരുന്നു കാണാനായിട്ട് സാധിക്കും. 3ാമത് അവൾ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? വേദനയെ അനുഗ്രഹകരമാക്കി മാറ്റിയ ഒരു മാതൃത്വമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. വേദനയെ അവൾ അനുഗ്രഹകരമായി മാറ്റിയ ഒരു മാതൃത്വം അവൾക്ക് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൾക്ക്, ഞാൻ പറഞ്ഞു, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവളെ ഇങ്ങനെ നേർന്നു, അല്ലേ. നേർന്നപ്പോഴും ഞാൻ വിചാരിക്കുന്നു അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവൾ നേർന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അന്നത്തെ കാലത്തൊക്കെ നേർന്നാൽ നമുക്കറിയാം, നേർന്നാൽ അത് നിവർത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ വെറുതെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതായിരിക്കത്തില്ല. മാത്രമല്ല നോക്കിയേ, കുഞ്ഞുണ്ടാകുന്നതിന് ഇവിടുത്തെ സാഹചര്യം എന്താ? ഒരു അമ്മയായി അമ്മയായി കഴിഞ്ഞപ്പോൾ വേദന കുറയുവാണോ കൂടുവാണോ ചെയ്തത്? അവൾ അമ്മയായി പ്രാർത്ഥിച്ചു, ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇപ്പം അവൾക്ക് ഹൃദയ സന്തോഷമുണ്ട്, അമ്മയായാലും സന്തോഷമുണ്ട്. പക്ഷെ അവളുടെ മാനസിക വേദന അവിടെ കൂടുകയാണോ ചെയ്തത്, കുറയുവാണോ ചെയ്തത്? ശരിക്കും ഞാൻ ചിന്തിച്ചപ്പം കൂടുക ചെയ്തത്. കാരണം എന്താ? ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നോക്കിയാൽ ഓർത്തേ, മക്കളില്ലാതെ വർഷങ്ങളിരുന്നു. ചിന്തിച്ച് നോക്കി, വർഷങ്ങളിരുന്നു. ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് നമ്മൾ, അല്ലേ, പിന്നെ ആരെങ്കിലും തൊടിയിക്കുമോ, അല്ലേ? നമ്മൾ ആരെങ്കിലും കൊടുക്കത്തില്ല. കാരണം എന്താ? എടുത്ത അസുഖം വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവർ കൊണ്ട് എന്തെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരുടെയും കൊടുക്കത്തില്ല. നമ്മളിങ്ങനെ രോഗം വരാതെ വണ്ണം കൊണ്ടു നടക്കും. നമ്മളിങ്ങനെ എന്താ പറഞ്ഞേ, ആ കൊച്ചിനെ എടുത്ത് കൊഞ്ചിച്ച് നമ്മളിങ്ങനെ വർഷങ്ങളെ കാത്തിരുന്നുണ്ടായ കുഞ്ഞാന്ന് ഓർക്കണം. പക്ഷേ ഇവിടെ ഹന്നയെ സംബന്ധിച്ച് എന്താ? ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ അവൾ കരഞ്ഞു കാണും. കാരണം എന്താ? ദൈവമേ ജനിച്ചു, ഇനി 3-4 വയസ്സ് വരെ കഴിയുമ്പോൾ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റും.
ഒന്ന് ഓർത്ത് ഞാൻ ഈ നോട്ട് എഴുതുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ സാധനം വെള്ളം വരും. കാരണം ഞാൻ പെട്ടെന്ന് എനിക്ക് ആ പ്രായമുള്ള മോനുണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ എൻ്റെ മോനെ ഓർത്ത് ശരി അജഹാനെ ഞാൻ കൊണ്ട് ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് വിടുന്നു. ഒരു വീട്ടിലെ ദേവദാസൻ ഒരു വയസ്സായ ഒരു വല്യപ്പച്ചനെ എടുത്ത് കൊണ്ട് വിടുന്നു. എനിക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അന്ന് ഫോൺ ചെയ്യാനായിട്ട് മാർഗ്ഗങ്ങളില്ല, വീഡിയോ കോൾ ചെയ്യാൻ മാർഗ്ഗങ്ങളില്ല. അങ്ങനെ സ്ഥലത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവിടുന്ന ആ ഒരു ചിത്രമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്നൊക്കെ അവൾ എന്തുമാത്രം കരഞ്ഞു കാണും അല്ലേ. അത് വേദന നിറഞ്ഞ ആ വേദന അവൾ അനുഗ്രഹകരമായി ഒരു അനുഗ്രഹമായിട്ടൊരു മാതൃത്വമായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത്. എനിക്കൊന്നും ലഭിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു കരച്ചിലിനേക്കാൾ വളരെ തീവ്രമായിരിക്കും ലഭിച്ച കുഞ്ഞിനെ തൻ്റെ അടുക്കൽ നിന്ന് പറിച്ചു മാറ്റുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞത് അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് സ്കൂളിൽ വിടുമ്പം നോർത്ത് നോക്കിയേ, അമ്മയെ പോകല്ലേ നമ്മുടെ ഡ്രസ്സെ പിടിച്ച് വലിച്ച് നമ്മൾ പോകുമ്പം അമ്മയും കരയും, മിക്കവാറും കുഞ്ഞും കരയും അല്ലേ. കാരണം എന്താ, ആ ഒരു ഭയങ്കര ഒരു പെയിനാണ്. പക്ഷേ ഞാൻ മൂത്ത മൈകാനുണ്ടായ സമയത്ത് അവന് 8 മാസം ഉണ്ടാകുന്ന സമയം ജോലിക്കൊന്ന് പോയി. ജോലിക്ക് പോയപ്പോൾ അവൻ കരയാതിന് മുമ്പ് വരെ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോകും. അപ്പോൾ സുൽച്ചാൻ ചോദിക്കുന്നത് ഇപ്പം അമ്മയാണോ കരയാൻ പോകുന്നത് കുഞ്ഞാണോ കരയാൻ പോകുന്നത്. കാരണം ഞാൻ ഉച്ചയ്ക്ക് വരും, 2 മണിയാകുമ്പോൾ ഞാൻ വരും. പക്ഷെ എന്നാൽ പോലും അയ്യോ എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് എന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതത്ര ഒരു 3-5 മണിക്കൂറത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ, ഈ കുഞ്ഞിനെ ഞാൻ യഹോവയ്ക്ക് സമർപ്പിച്ച കുഞ്ഞാണ്. അവൾ ഓർക്കുമ്പം വെറും 4 വർഷം അല്ലെ 3 വർഷം ഈ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് അല്ലേ. ഈ കുഞ്ഞിനെ ഞാൻ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ എന്തെല്ലാം പഠിപ്പിക്കണം, ഈ കുഞ്ഞിനെ എന്തെല്ലാം വചന സത്യങ്ങൾ ഈ കുഞ്ഞിനെ പഠിപ്പിക്കണം. മാത്രമല്ല ആ കുഞ്ഞ് തെറ്റിപ്പോകാനായിട്ട് ഒരിക്കലും പാടില്ല അല്ലേ. ഇവിടെ മനസ്സിൽ ചിന്തകൾ അതൊക്കെ ആയിരിക്കും, ഈ കുഞ്ഞ് തെറ്റിപ്പോകാനായിട്ട് പാടില്ല. ആരുടെ അടുക്കലാണ് കൊണ്ടുവിടുന്നത്? ഏലിയുടെ അടുക്കലാണ് കൊണ്ടുവിടുന്നത്. പ്രായമായി ചെന്ന ഒരു അപ്പച്ചൻ്റെ അടുക്കലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവിടുന്നത്. മാത്രമല്ല ഏലിയുടെ മക്കൾ എങ്ങനെയുള്ള മക്കളാണ്? വളരെ ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുള്ള സ്ഥലത്താണ് ഈ വെറും 3-4 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. തൻ്റെ ഏലിയുടെ മക്കൾ ശരിയല്ലെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. അപ്പം ആ നിലയിൽ ഹന്നയ്ക്ക് വലിയ ഉത്തരവാദിത്വം എന്താ, ഈ കുഞ്ഞ് തെറ്റും ശരിയും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എന്ത് ചെയ്യണം, അവൾക്ക് പഠിപ്പിച്ച് എടുക്കണം. തൻ്റെ കുഞ്ഞ് തെറ്റായ സ്വാധീനത്തിൽ പെടാനായിട്ട് പാടില്ല അല്ലേ. അവൾ രാവും പകലും എനിക്ക് തോന്നുന്നു ആ കണ്ണീർ നിന്നില്ല. ആ കണ്ണീരിന് ഒഴുക്ക് ഒരു പക്ഷേ കൂടി കാണും. കരഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് കാണും അല്ലേ. വളരെ കുഞ്ഞിലെ ദൈവത്തെ അറിയാൻ പഠിപ്പിച്ചു കൊടുത്ത് കാണും. മോനെ നീ അറിഞ്ഞ സത്യദൈവം ഇതാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് കാണും. ഞാൻ ഇത്ര വർഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി ദുഃഖം അനുഭവിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ ദൈവം വിശ്വസ്തനായതുകൊണ്ട് കിട്ടിയ ഒരു കുഞ്ഞാണ് നീ അല്ലേ. നീ ഈ കുഞ്ഞ് മോൻ തെറ്റിപ്പോകല്ല. അവിടെ ചെല്ലുമ്പം അവരെ എലിയുടെ മക്കൾ വഷളത്വമായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലേ. നീ അത് കണ്ട് പഠിക്കല്ല. ഒന്ന് ഓർത്ത്, 3 വയസ്സുള്ള 4 വയസ്സിലെ കൊച്ചിന് എത്ര പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. കാരണം പക്ഷേ ഹന്ന എന്ന് പറഞ്ഞൊരു അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അമ്മയായിരുന്നു. മാത്രമല്ല 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ ഹന്നയുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലേ. നമുക്ക് പോലും ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത്രയും സത്യങ്ങൾ അറിഞ്ഞ നമുക്ക് പോലും. പക്ഷേ ഹന്നയുടെ പ്രാർത്ഥന ഞാൻ എവിടുന്ന ഹന്ന ഇതൊക്കെ പഠിച്ചത്? ഹന്നയുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതാണോ? എവിടുന്ന ഹന്ന ഇതൊക്കെ പഠിച്ചത് എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, അവൾ ദൈവത്തോട് വളരെ അടുത്തിരുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു, ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 2:9 പറയുന്നുണ്ടല്ലേ, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. അപ്പം അവളൊരു കാര്യം മനസ്സിലാക്കി, എന്താ, വിശുദ്ധന്മാരുടെ കാലുകളെ ദൈവം കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെ പോകുന്നു. അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്താണ്, മോനെ നീ അവിടെ ചെല്ലുമ്പോൾ എലിയുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ നീ അങ്ങനെ ചെയ്യല്ലേ അല്ലേ. അമ്മയ്ക്ക് നിന്നെ കാണാൻ കഴിയില്ല അല്ലേ, നിന്നെ ഒന്നും പറഞ്ഞു തരാൻ അമ്മയ്ക്ക് പറ്റില്ല. പക്ഷെ ബൈബിളിലെ സത്യങ്ങൾ ഇതൊക്കെയാണ്, നീ വിശുദ്ധിയോടെ ജീവിക്കണം അല്ലേ, നീ എപ്പോഴും ദൈവത്തെ ആരാധിക്കണം അല്ലേ, ഏലിയുടെ ഉപദേശങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ നിരന്തരം എനിക്ക് തോന്നുന്നു രാവും പകലും ഇതിങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് കാണും. എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അമ്മയായിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലേ? നമ്മൾ 4 വയസ്സാകുന്നതിനും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, നമ്മൾ മറ്റു പല പിള്ളേരെയും നോക്കും, നിയമം അവരെല്ലാം ABCD പഠിച്ചു കഴിഞ്ഞു, അയ്യോ അവർ A for ആപ്പിൾ B for ആപ്പിൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു, എൻ്റെ കൊച്ചിനൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യും? നിയമം സ്കൂളിൽ ചെല്ലുമ്പം ഞാൻ കാരിസിനെ LKG ചേർക്കാനൊരു സ്കൂളിൽ ചെന്നപ്പം ഞങ്ങൾ പ്ലേ സ്കൂളൊന്നും വിട്ടില്ല, നേരെ LKG ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവർ ചോദിച്ചു, നിങ്ങൾ എന്താ പേരൻസാ, കൊച്ചിന് ഇതുവരെ പ്ലേ സ്കൂളൊന്നും വിട്ടില്ല, ഇവിടെ ഞങ്ങൾ കേഴ്സീവ് റൈറ്റിംഗ് വരെ പഠിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾ കൊച്ചിന് പിന്നെ ABC പോലും പഠിപ്പിക്കാതെ ഇങ്ങോട്ട് വിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് LKG ചേർന്നതിന് മുമ്പേ നമ്മുടെ ചിന്ത എന്താ, എങ്ങനെയെങ്കിലും ഇതെല്ലാം പഠിപ്പിച്ച് കേൾക്കണം. അപ്പോഴേക്ക് വേറെ പേരൻസ് കൊച്ചി അവിടെ 100 വരെ എണ്ണെന്ന് കാണുന്നത്, ഇവിടെ 1 2 3 പറയാൻ പോലും
നമ്മുടെ ടെൻഷൻസ് ഇതൊക്കെയാണ്. അവന് ഭാവിയിൽ എന്തായി തീരും, അവന് ഭരിച്ച് വലുതാകാനുള്ള എല്ലാ ക്രമേണകളും ഞാൻ ചെയ്തു കൊടുക്കണം അല്ലേ, ആ CD വാങ്ങിച്ചു കൊടുക്കുന്നു, ആ പാട്ട് കേൾപ്പിക്കുന്നു, ഇത് പാട്ട് കേൾപ്പിക്കുന്നു, ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ടോ? നമ്മൾ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ദൈവമേ അവൻ തെറ്റും ശരി എന്താണെന്ന് പറഞ്ഞേക്കണം, ക്വയറ്റ് ടൈം എടുക്കാനായിട്ട് പഠിപ്പിക്കണം അല്ലേ. അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പൊട്ട് കുത്തി കൊടുക്കുകയും എൻ്റെ കൊച്ചിനോ ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ പൊട്ട് കുത്തത്തില്ലെന്ന് പറഞ്ഞാൽ പൊട്ട് മായ്ച്ചു കളയണം അല്ലേ. ആ തെറ്റായൊരു പ്രോഗ്രാം സ്കൂളിൽ ആനിവേഴ്സറി തെറ്റായിട്ടുള്ള പ്രോഗ്രാമിന് കുഞ്ഞിനെ ചേർത്താൽ അവൻ പറയണം എന്നോ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്ന ധൈര്യം അവന് വേണം. ഇങ്ങനെയുള്ള മോറൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ മറന്നേ പോകല്ലേ, വലിയവർ പോലും പ്രാർത്ഥിക്കുന്നില്ല ആഹാരം കഴിക്കുന്നതിന് മുമ്പ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? അത്ര പോലും ഡെഡിക്കേഷൻ നമുക്കുണ്ടോ? പക്ഷെ ഹന്നയെ സംബന്ധിച്ച് ഓർത്ത് നോക്കിയേ, ഹന്ന ഈ ചെറിയൊരു കാര്യങ്ങളൊന്നുമല്ല, വലിയ വലിയ തെറ്റുകൾ അവിടെ ചെയ്യുന്നത്. അതിനെതിരായിട്ട് വേണം ഈ ശമൂവേൽ ബാലൻ നിൽക്കാനായിട്ട്. അപ്പോൾ ഹന്ന എന്തുമാത്രം കരഞ്ഞു കാണും, ഓരോ ദിവസവും കണ്ണീരൊഴുക്കി എന്ന് പറഞ്ഞാൽ അതാവെന്ന് ഓർത്ത് നോക്കി, ആ രംഗം ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ശമൂവേൽ ബാലനെ അവിടെ കൊണ്ടുവിടുന്നു അല്ലേ, അവൾ തിരിച്ചു പോരുന്നു, ഒരു വിവരവും ഇല്ല. എൻ്റെ കുഞ്ഞ് കഴിച്ചോ, എൻ്റെ കുഞ്ഞ് കുടിച്ചോ, എൻ്റെ കുഞ്ഞിന് അസുഖം വന്നോ അല്ലേ, അവന് സങ്കടമുണ്ടോ, അവന് പനി വന്നോ, അവനവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാനിവിടെ ആഹാരം ഉണ്ടാക്കി അപ്പം മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു, അവനവിടെ പട്ടിണിയാണോ, ഒന്നും അറിയത്തില്ല. ഒരു 4 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒരു അടുക്കലേൽപ്പിച്ചിട്ട് ഈ അമ്മ തിരിച്ചു പോരുന്ന ഒരവസ്ഥ. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഹന്നയുടെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല അല്ലേ, ഹന്ന എത്രയോ എങ്ങനെ ദീർഘവിഷയത്തോടെ പ്രാർത്ഥിച്ചു കാണുന്നു അല്ലേ. ഈ കുഞ്ഞ് ജീവപര്യന്തം കർത്താവിനായിട്ട് സമർപ്പിച്ച ഹന്നയാണ്. അപ്പം അവളുടെ വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് മരണം വരെ തെറ്റി പോകൽ എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അല്ലേ? ഞാൻ പറഞ്ഞു, ഹന്ന ആ ഒരു അനുഗ്രഹം കണ്ടതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവിൻ്റെ വരവ് വരെ എൻ്റെ തലമുറകളിൽ എത്ര ജനറേഷൻസ് ഉണ്ടാകുന്നുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ തെറ്റിപ്പോകാനായിട്ട് പാടില്ല അല്ലേ. ഒരു കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു കുഞ്ഞു പോലും കർത്താവിൻ്റെ വരവ് തലമുറകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. സഭയിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ടാകാനായിട്ട് പാടില്ല. ഉപദേശം നിശ്ചയമില്ലാത്തവരുണ്ടാകാനായിട്ട് പാടില്ല. നമ്മളിതെല്ലാം പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെന്ത് പ്രാർത്ഥിക്കും? കർത്താവ് തലമുറകളിൽ ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കർത്താവെ വരല്ലേ അല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും മാരക രോഗങ്ങൾ നമ്മൾ വരല്ലേ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ദീർഘവീക്ഷണമുള്ളൊരു അമ്മയാണ് എന്ത് പ്രാർത്ഥിക്കും? ഇന്ന് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ, എൻ്റെ അമ്മ എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ കർത്താവ് വരുന്ന വരെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അമ്മയാണ് എൻ്റെ അമ്മ, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇരിക്കാമെന്ന് പറയാനായിട്ട് പറ്റുമോ? നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് മരിക്കേണ്ടി വന്നാൽ നമുക്ക് ധൈര്യത്തോടെ മരിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെയുള്ള അമ്മമാർ ഉള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര ധൈര്യമായിരിക്കാം. കാരണം ഹന്നയെ പോലെയാണ്. ആ കുഞ്ഞിനെ 3 വയസ്സിൽ 4 വയസ്സിൽ കൊണ്ട് ആ ദേവദാസിൻ്റെ കയ്യിൽ കൊണ്ടുവിട്ടപ്പോൾ ആ കുഞ്ഞിനെ അവന് ജീവപര്യന്തം ജീവിക്കണം എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് അവളെ വേദനയോടെ, അവളെ നിറഞ്ഞ സാഹചര്യം, അമ്മയായി കഴിഞ്ഞ് അവൾ പിന്നെയും വേറെ നിറഞ്ഞ സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യത്തിന് അവൾ എന്ത് ചെയ്തു? അവൾ ദൈവത്തിൽ ആശ്രയിച്ച ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും 10-18 വയസ്സ് നമ്മുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലേ, നമ്മൾ ഈ സത്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ? ഹന്ന പഠിപ്പിച്ചതുപോലെ വിശുദ്ധിയെ പറ്റി പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ? ഹന്ന പറഞ്ഞു വിശുദ്ധന്മാർ അനുഗ്രഹിക്കപ്പെടും അല്ലേ, ദുഷ്ടന്മാരെ അവിടെ നശിച്ചു പോകുന്നു ഹന്ന പഠിപ്പിച്ചു മകനെ. നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സഭായോഗത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? മോനെ നീ അല്ലേ എത്ര നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും അല്ലേ. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ഒരു കപ്പിളുണ്ടായിരുന്നു, കൊച്ചിന് 2-2.5 വയസ്സായി. ആ സമയത്ത് അവർ സഭായോഗത്തിന് വരുന്നത് എന്ന് ലേറ്റായിട്ടാണ്. കാരണം എന്താ, ഈ കുഞ്ഞ് എപ്പോൾ എഴുന്നേക്കുന്നോ അന്നേരം സഭായോഗത്തിന് വരത്തുള്ളൂ. കാരണം കുഞ്ഞിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല, കുഞ്ഞിൻ്റെ ഉറക്കത്തെ യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കുഞ്ഞ് 10 മണിക്ക് എഴുന്നേറ്റെങ്കിൽ അവർ 10:11 മണിയാകുമ്പോൾ സഭായോഗത്തിന് വരും. കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റാൽ നേരത്തെ വരും. അപ്പോൾ നമ്മളവിടെ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മോനെ നിന്റെ ആരോഗ്യമാണ് വലുത്, നിന്റെ സുഖമൊക്കെ കഴിഞ്ഞ് അല്ലേ എന്നിട്ട് ദൈവത്തെ സേവിച്ചാൽ മതി എന്നുള്ള സത്യമാണ് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന കാണാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ചെയ്ത വലിയൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാനായിട്ട് കഴിയും. സുസാന വെസ്ലിയെ പറ്റി നമുക്കറിയാം. സുസാന വെസ്ലി ഇങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. അവൾ അമ്മയായി, തീർച്ചയായിട്ടും 19 മക്കളുടെ അമ്മയായിരുന്നു. അതിൽ അമ്മയാകുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമായിരിക്കാം. പക്ഷെ അതിൽ 9 മക്കൾ മാത്രമേ ജീവിച്ചു. 10 മക്കൾ എന്ത് ചെയ്തു, ചെറുപ്പത്തിൽ പല കാരണങ്ങളാൽ മരിച്ചുപോയി. അപ്പോൾ ഒന്ന് നോക്കിയേ, സുസാന വെസ്ലിയെ പറ്റി ഓർത്ത് നോക്കിയേ. അത്രയും മക്കളുണ്ട്, പക്ഷെ അത്രയും മക്കൾ മരിച്ചപ്പം ഓരോ മക്കളും മരിക്കുന്ന സമയത്തുള്ള ദുഃഖം ഓർത്ത് നോക്കിയാൽ അവളുടെ
ആ ദുഃഖം. പക്ഷെ അവളുടെ സാഹചര്യം നോക്കിയാൽ അല്ലേ വളരെ വേദന നിറഞ്ഞ സാഹചര്യം സുസാന വെസ്ലിയുടെ. അപ്പം അതിൻ്റെ വേദന മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു സുസാന വെസ്ലി. മാത്രമല്ല, കടം ഇങ്ങനെ വാങ്ങിച്ച് തിരികെ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും അവളുടെ ഭർത്താവ് ജയിലിൽ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം തനിയെ ഉള്ള നോക്കണം. അപ്പോൾ നോക്കിയേ, എന്തുമാത്രം ടെൻഷൻ നിറഞ്ഞ ഒരു സമയമാണ്. പക്ഷേ അതിന് മധ്യത്തിൽ എന്ത് ചെയ്തു? ഈ സുസാന വെസ് തന്നെ മക്കളെ ട്രെയിൻ ചെയ്തു. അങ്ങനെ അവൾ ഈ സമയത്തല്ല വാക്യങ്ങൾ പഠിപ്പിച്ചു, ദൈവഭയത്തെ പറ്റി പഠിപ്പിച്ചു. മാത്രമല്ല, ഞാൻ വായിച്ചത് അവൾ എന്നൊക്കെ എത്രമാത്രം മാനസിക വേദന നിറഞ്ഞ സന്ദർഭം സുസാന വെസ്ലിയുടെ അല്ലേ. കടം ഒരു തരത്ത്, ഭർത്താവ് ജയിലിൽ, ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പേര്, കുഞ്ഞുങ്ങൾ കുറേ മരിച്ചു. ഈ എല്ലാ വേദനയുടെ മധ്യത്തിലും സുസാന വെസ്ലി എന്താ ചെയ്തത്? അവൾക്ക് അല്പസമയം കിട്ടുമ്പോൾ അവൾ തുണിയെടുത്ത് തലയിട്ടിട്ട് എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തൽഫലമായിട്ട് എന്താ സംഭവിച്ചത്? ജോൺസ് വെസ്ലി, ചാൾസ് വെസ്ലി പോലെ ദേവദാസന്മാർ ഉണ്ടായി. പലപ്പോഴും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരല്ല അല്ലേ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ ഒരു ദിവസം ഒരു സഹോദരനോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ആഗ്രഹം എന്ന് നിങ്ങളെ മക്കളെ പറ്റി ഒരു സ്ഥലത്ത് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ മക്കൾ ലോകത്തിൽ വലിയവരാകണം. ശരിക്കും പറഞ്ഞൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം അതാണ്. എന്ത്? എൻ്റെ മക്കൾ ലോകത്തിൽ വലിയവരാകണം. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവ് എൻ്റെ തലമുറകളിലെ എല്ലാ മക്കളിലും എല്ലാ മക്കളുടെ തലമുറയിലും ഒരാൾ കർത്താവിൻ്റെ വേലക്കാരനായി തീരണം. പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവിൻ്റെ വരെ അപ്പം നോർത്ത് നിൽക്കും നമ്മുടെ പേര് വിളിക്കുമ്പം ഇങ്ങനെ കർത്താവിൻ്റെ വേലക്കാരൻ നിരനിരയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വേലക്കാരായിട്ട് ഇറങ്ങുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള മക്കൾ കർത്താവെ അവർക്ക് ഒരു ഭാരം കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലേ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? നല്ല നല്ല ശമുൽ ബാലന്മാരെ പോലെയും ജോൺസ് വെസ്ലിയെ പോലെ അങ്ങനെ മക്കളുണ്ടാകണമെങ്കിൽ നമ്മൾ അമ്മമാരെന്ത് ചെയ്യണം? നമ്മൾ കുറേ കരയണം, നമ്മൾ കുറേ വേദനപ്പെടണം അല്ലേ. നമ്മൾ മക്കളുണ്ടായി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കരച്ചിൽ, കണ്ണീര് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒഴുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴേ ദൈവം നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കത്തുള്ളൂ. അപ്പം ഹന്നയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? ജീവിതത്തിലെ പ്രയാസമുള്ള കാലങ്ങൾ നഷ്ടപ്പെട്ട കാലങ്ങളായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. ജീവിതത്തിലെ പ്രയാസമുള്ള കാലങ്ങൾ നഷ്ടപ്പെട്ട കാലങ്ങളായിട്ട് ഒരിക്കലും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരു അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം കടന്നു വരുന്നു, ഞാൻ വളരെ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞുങ്ങളില്ല, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് ആരോഗ്യമില്ല അല്ലേ, എനിക്ക് കർത്താവിനോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊന്നും പറ്റുന്നില്ല കർത്താവേ. പക്ഷെ നമ്മൾ നിരാശയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. വേദനകളെ എന്ത് ചെയ്യണം? നമ്മൾ വലിയ പ്രാർത്ഥനകളായിട്ട് മാറ്റണം. ഹന്ന ചെയ്ത പോലെ ഹന്ന മാനസിക വേദനയിൽ കൂടെ കടന്നുപോയ സമയത്ത് ഹന്ന വളരെ പ്രാർത്ഥിച്ചു. നമ്മുടെ വേദനകളെ നമ്മൾ പ്രാർത്ഥനകളായിട്ട് മാറ്റുക. മാറ്റമല്ല, ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിനുള്ള യാഗങ്ങളായിട്ട് നമ്മൾ മാറ്റണം. ദൈവം നമുക്ക് അനുഗ്രഹം തരുമ്പോൾ നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ദൈവത്തിനുള്ള യാഗങ്ങളായിട്ട് നമ്മൾ മാറ്റുക. നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ വരവ് വരെയുള്ള ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കർത്താവിൻ്റെ വരവ് വരെ. കർത്താവെ, ഞാൻ എത്ര ജീവിതമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥന കർത്താവിൻ്റെ വരവ് വരെ അല്ലെങ്കിൽ മരണത്തിൽ എടുക്കപ്പെടുന്നത് വരെ. എത്ര തലമുറകളുണ്ടോ കർത്താവെ, അവരൊരാൾ പോലും അല്ലേ ഒരു ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവനോ ഉപദേശത്തിൽ നിശ്ചയമില്ലാത്തവനോ സഭയിൽ ഒരു വഴക്കുണ്ടാക്കി അങ്ങനെ ഒരു പേര് കേൾക്കുന്നവരോ ഒന്നും ആകാനായിട്ട് പാടില്ല. വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത വിദ്യാഭ്യാസവും ഒക്കെ ദൈവം സൈഡിൽ കൂടെ കൊടുത്തോളും. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ഇത് പ്രാർത്ഥിക്കത്തില്ല. തൽഫലമായിട്ട് എന്ത് ചെയ്യും അല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലെ കാര്യങ്ങൾ ഇരിക്കുന്നത്, പക്ഷെ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. നമ്മുടെ മക്കൾക്ക് എന്തൊരു ധൈര്യമായിരിക്കും, എൻ്റെ അമ്മ ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു പോയിരിക്കുന്നത് അല്ലേ. അത് എൻ്റെ പ്രാർത്ഥന അവിടെ ആ തുരുത്തിയിൽ എൻ്റെ അമ്മയുടെ കണ്ണീര് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവ് നോക്കുമ്പോൾ കർത്താവ് എന്ത് പറയും? ആ മകൾ ഇത്രയും പ്രാർത്ഥിച്ചതാണ്, ഞാൻ ആ കുഞ്ഞിനെ ദൈവവേലക്കാരനായിട്ട് തീർക്കുന്നത്. ദൈവവേലക്കാരായി തീർക്കുന്ന കേൾക്കുമ്പോഴേ ഇന്ന് അല്ലേ ഭയങ്കര മാനസികം. അയ്യോ, അവൻ പോവുകയാണോ, അവൻ്റെ 1 ലക്ഷം രൂപ ഇനി അല്ലേ കുടുംബത്തിൽ കിട്ടിക്കൊണ്ട് 1 ലക്ഷം രൂപ ഇതിന് നഷ്ടപ്പെടലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ വാസ്തവം അതാണ്. ഞാൻ പലരെയും ഇന്നും ഞാൻ കണ്ടോണ്ട് കർത്താവിൻ്റെ വേലക്കായിട്ട് ഇറങ്ങുമെന്ന് പറയുമ്പോഴേ അമ്മമാരുടെ ടെൻഷൻ അല്ലേ അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കാര്യം സീരിയസ് ആയെന്ന് പറയുമ്പം അല്ലേ പല അമ്മമാരും എന്ത് ചെയ്യും? ഭയങ്കര ടെൻഷൻ അടിച്ച് അവരെങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ. ബ്രദറെ, അത് ജോലിയോട് കൂടെ ചെയ്താൽ പോരെ അല്ലേ, അങ്ങനെയും നമുക്ക് ദൈവവേല ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള സ്ട്രഗിൾസ് പരസ്യമായ സാക്ഷ്യങ്ങളായി മാറും. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള സ്ട്രഗിൾസ് എന്ത് ചെയ്യും? ഇന്ന് ഹന്നയെ പോലെ ഞാൻ പറയാൻ കാരണം എന്താ? ഹന്നയുടെ വ്യക്തിപരമായ സ്ട്രഗിൾസ് എന്ത് ചെയ്തു? പരസ്യമായ സാക്ഷ്യങ്ങൾ ആയി മാറി. ഹന്ന ഒരിക്കലും അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരുന്നില്ല കർത്താവിനെ സേവിക്കാനായിട്ട്. അവളുടെ തകർച്ചയിലാണ് അവൾ ദൈവത്തെ സേവിച്ചത്. അതുകൊണ്ടാണ് അവളുടെ ജീവിതം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും.
അല്ലേ? നമ്മൾ വളരെ സ്ട്രെയിൻ എടുത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ വളർത്തിയാൽ എന്ത് ചെയ്യും? ദൈവം തീർച്ചയായിട്ടും അതൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അടുത്തൊരാളെ പറ്റി കൂടെ പറയാം, സാരെഫാത്തിലെ വിധവ. 1 രാജാക്കന്മാർ 17:8 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഈ സംഭവം കാണാനായിട്ട് സാധിക്കും. നമുക്ക് സന്ദർഭം സാഹചര്യമൊക്കെ അറിയാമല്ലേ? ദേശത്തെന്താ മഴയില്ലാത്ത അവസ്ഥ അല്ലേ? അപ്പൊ ഇവളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആകുലത നിറഞ്ഞ സാഹചര്യമാണ് അവർക്ക്. ഇവളുടെ സാഹചര്യം എന്താ? ആകുലത നിറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആകുലത നിറഞ്ഞ സാഹചര്യത്തിലും അവൾ എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവൾ എന്താ ലിമിറ്റഡ് സാഹചര്യം, എന്താ ആകുലത നിറഞ്ഞ സാഹചര്യം, പക്ഷെ അവൾ എന്താ തീരുമാനമെടുത്തത്? ദൈവത്തെ അനുസരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദേശത്ത് ക്ഷാമം അല്ലേ? മഴയില്ല, ദേശത്ത് ക്ഷാമമാണ്. മഴയില്ലാതെ സ്വാഭാവികമായിട്ട് വെള്ളമില്ലാതെ വരും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, ദൈവം തന്റെ പ്രവാചകനെ ഏലിയാവിനെ അയക്കുന്ന എങ്ങോട്ടാ? സാരഫാത്തിലെ വിധവയുടെ അടുക്കലേക്കാണ് ദൈവം ഈ പ്രവാചകനെ അയക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്രവാചകൻ ചെന്നിട്ട് ആദ്യം എന്താ ചോദിക്കുന്നത്? അല്പം വെള്ളം തരണമേന്ന് ചോദിക്കുന്നല്ലേ? അപ്പൊ തന്നെ ഒരു പക്ഷേ അവൾ പെട്ടെന്ന് ഒരു ഞെട്ടിക്കാണും, കാരണം മഴയില്ലാത്ത കാലമാണ്. അപ്പൊ അല്പം വെള്ളമൊക്കെ എവിടെയെങ്കിലും ശേഖരിച്ച് വെച്ച വെള്ളമേ കാണത്തുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് കാണും. പക്ഷെ അവൾ എന്ത് ചെയ്തു? പോട്ടെ, ഒരു മടിയും കൂടാതെ വെള്ളമല്ലേ ചോദിച്ചത്, ഇച്ചിരി വെള്ളം കൊടുത്തേക്കാന്ന് വിചാരിച്ച് വെള്ളം കൊടുക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുക, ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണേന്ന്. ശരിയായൊരു കാര്യമല്ലേ? വെള്ളം ചോദിച്ച് വെള്ളം കൊടുക്കാമെന്ന് തിരിച്ചപ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ കൊണ്ടുവരണേന്ന് അവളോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അവൾ ഒരു നിമിഷം പതറിപ്പോയി കാണുമല്ലേ? കാരണം എന്താ? തനിക്കും കുഞ്ഞിനും കഴിക്കാനായിട്ട് ഉള്ള ഒരു തവി മാവേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ട് മരിക്കാനിരിക്കുന്നത് എന്നോടാണോ ചോദിക്കുന്നത് ഒരു അപ്പം കൂടെ തരാനായിട്ട്? അവള് ആകുലപ്പെട്ട് കാണും. ആദ്യം അവൾ പറഞ്ഞല്ലേ, ഇത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, ഇത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുക എന്നൊക്കെ ആദ്യമൊക്കെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു. പക്ഷെ ഏലിയാ പറഞ്ഞെന്താ? നിങ്ങൾ കഴിച്ചോ, ഒരു കുഴപ്പമില്ല, ആദ്യം എനിക്കിതാ. ഒരപ്പം ഉള്ളൂ, അതൊരു പറയാം, നിങ്ങൾ കഴിച്ചോ, എനിക്ക് തന്നിട്ട് കഴിച്ചോളാൻ. എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും ഈ വിധവയ്ക്ക്? പക്ഷേ ഒരു ചെറിയൊരു അട എനിക്ക് ഉണ്ടാക്കി തരാം. എന്നിട്ട് പറയുന്നുണ്ട്, മഴ പെയ്യുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. നോക്കി, ആ പടം ഒരു തവി മാവുണ്ട്, ഇത് കഴിച്ചിട്ട് ആ കുഞ്ഞ് കിടന്ന് കരയുന്നു, വിശന്നിട്ട് മരിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പറയാ, ഇത് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ കഴിച്ചോ ഇഷ്ടം പോലെ, മാവ് തീർന്നൊന്നും പോകത്തില്ലെന്ന്. എങ്ങനെ മാവ് പൊങ്ങി വന്നിട്ടല്ല ഇത് പറഞ്ഞത്. ഈ പറഞ്ഞ സമയത്ത് മാവ് വർദ്ധിച്ചിട്ടില്ല, എണ്ണ വർദ്ധിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സമയത്താണ് പറയുന്നത് എന്താ? ഇത് തീർന്നൊന്നും പോകത്തില്ല, നീ ഉണ്ടാക്കി താ എനിക്ക്, ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞത്. നോക്കിയാൽ പക്ഷേ അവളുടെ മാനസികാവസ്ഥ ഓർത്ത് നോക്കിയാൽ അല്ലേ, എന്ത് ചെയ്യാൻ കാണും? അവൾ ഭയപ്പെട്ട് കാണും. പക്ഷേ ഇത് കഴിച്ച് കൊടുത്താൽ എൻ്റെ കുഞ്ഞ് വിശന്ന്, എൻ്റെ കുഞ്ഞിനെ മരണം അവൾ മുമ്പിൽ കണ്ടു കാണും. ന്യായമല്ലാത്ത കാര്യമാണ് ഈ പ്രവാചകൻ പറഞ്ഞത്, ഒരു ന്യായമില്ലാത്ത കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ദൈവം തന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? അവൾ അവിടെ അനുസരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്തായിരിക്കണം ഇങ്ങനെ നടന്നതല്ലേ? എൻ്റെ മുന്നേ ഒരു വിധവയുടെ അടുക്കൽ ഒരു സഭയിൽ ശുശ്രൂഷകൻ ചെല്ലുന്നു, അത് തന്നെ വലിയൊരു പ്രശ്നമാവും അല്ലേ? അതും ക്ഷാമകാലത്ത് നമ്മൾ സഭ വലിയ ചർച്ച വിഷയമാവും. നോക്കിയാൽ സഹോദരൻ ഒരു പരിജ്ഞാനവും ഇല്ലല്ലേ? എന്ത് ബോധത്തോടെ വിധവയുടെ അടുക്ക് ചെന്നത്, അത് അവർക്കൊന്നുമില്ലെന്ന് അറിയത്തില്ലേ? എന്നിട്ട് അവിടെ കയറി ചെന്ന് അപ്പം ചോദിക്കുന്നു. ആ ശുശ്രൂഷയുടെ കാര്യം പോകാൻ സഭയിൽ മിക്കവാറും പുറത്താക്കും. പക്ഷെ ദൈവം ചിലപ്പോൾ അനുവദിക്കുന്ന ഇതൊക്കെ ഒരു കുടുംബത്തെ നമ്മൾ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ചിന്തിക്കുന്ന മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വഴി ആയിരിക്കത്തില്ല. ദൈവം ആ വിധവയുടെ അടുക്ക തന്നെ അയച്ചു. അവിടെ ഭർത്താക്കന്മാരുള്ള പലരും കാണും, പക്ഷെ വിധവ ഒരു പരാതിയും പറഞ്ഞില്ല, അപ്പുറത്ത് ഓടിച്ചെന്ന് പറഞ്ഞില്ല, ഒരു മനുഷ്യൻ വന്നേക്കുന്നു അയാളെ ഓടിച്ചു വിടുത്തൊന്നും പറഞ്ഞില്ല. അവൾ എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു വിശ്വസിക്കാൻ യാതൊരു ഇതും കാണുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുക, ഞാൻ ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു? അവൾ അവിടെ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കി, അവളുടെ എന്താ പറയുക, ആകുലം നിറഞ്ഞ സാഹചര്യമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾ അനുസരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് അവൾ ചെയ്തത് എന്താ അല്ലെ? ത്യാഗപൂർണമായിട്ടുള്ള കൊടുപ്പാണ് ചെയ്തത്. അവളുടെ സാഹചര്യം വെച്ച് അവൾ കൊടുക്കാനായിട്ട് യാതൊന്നും അവളുടെ കയ്യിലില്ല. പക്ഷെ അവൾ ആ ചെയ്ത പ്രവൃത്തി എന്താ? ത്യാഗപൂർണമായിട്ടുള്ള കൊടുപ്പ് അവൾ നടത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവൾക്കുള്ളത് അവൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥയോടെ അവൾ കൊടുത്തു അല്ലേ? അവൾ ഓരോ ദിവസത്തെ അന്നന്നത്തുള്ള ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ വ്യക്തിയായിരിക്കാം, പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾക്കുള്ളത് മുഴുവൻ അവൾ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്താ? ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് വീട്ടിൽ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലേ? അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ അവൾ എന്ത് ചെയ്തു? ത്യാഗപൂർണമായിട്ട് കൊടുത്തു. പലപ്പോഴും ഞാൻ സഭകളിലും ഒക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഉള്ളവരല്ല മിക്കവാറും കൊടുക്കുന്നത്, ഉള്ളവർ കൊടുക്കുന്നില്ലെന്നല്ല, കൊടുക്കുന്നുണ്ടില്ല, കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ മിക്കവാറും കാണുന്നത്, മിക്കവാറും ഒന്നും ഇല്ലാത്തവരെ, ഞാൻ ചിലരെ മുഖം തന്നെ എൻ്റെ മനസ്സിൽ വരുന്നു, അവർക്കൊന്നുമില്ല,
പക്ഷെ അവർ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചാൽ അവരുണ്ടാക്കുന്ന ആഹാരം കണ്ട് ഞെട്ടിപ്പോവും. ഇതെവിടെ നിന്നാണ് അവർക്ക് വരുന്നത്? അവർക്കുള്ളത് മുഴുവൻ അവർ കൊടുക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. പക്ഷേ അതിന് പകരമായി ദൈവം അവർ ചെയ്ത പ്രവൃത്തികൾ കണ്ടാൽ പലപ്പോഴും അങ്ങനെ കൊടുക്കുമ്പോൾ കുറ്റം പറയാൻ കുറച്ച് പേരുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ അവർക്ക് ഈ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല സിമ്പിളായിട്ട് ദോശയും ചമ്മന്തിയും കൊടുത്താൽ പോരെ അല്ലേ? അങ്ങനെ പറയുന്നവരും അതുള്ളവരാ പറയുന്നത് കേട്ടോ അങ്ങനെ. പക്ഷെ ഇല്ലാത്ത ആൾക്കാരും പലപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് ഇങ്ങനെ വളരെ പെയിൻ എടുത്ത് അവർക്ക് കിട്ടുന്ന ഈ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരെ പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് അവർ ഫ്രൈഡ് റൈസും ചിക്കനും ഇതൊക്കെയാണ് പലപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ സ്ത്രീ ചെയ്ത പോലെ മുമ്പിൽ വിശ്വസിക്കാൻ യാതൊന്നുമില്ല. മാവ് പൊങ്ങി വന്നിട്ടില്ല, എണ്ണ കൂടിയിട്ടില്ല, എൻ്റെ കുഞ്ഞ് മരിക്കാൻ കിടക്കുന്നു, പക്ഷേ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ചെയ്യാനായിട്ട് അല്ലേ? യാതൊരു ന്യായമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് ഞാൻ അതനുസരിക്കുന്നു പറഞ്ഞ് സ്ത്രീ അനുസരിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? നമുക്കറിയാം, അവളുടെ മകൻ മരിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കാം കുറച്ച് നാൾ കഴിയുമ്പം അല്ലേ? അവൾ കരഞ്ഞും കൊണ്ട് ഏലിയാവിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. 1 രാജാക്കന്മാർ 17:20 ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞായിട്ട് കാണാനാണ്. ഞാൻ വന്ന് എന്നെ പുലർത്തിയ വിധവയുടെ മകനെ നീ എന്തിനു കൊന്നു കർത്താവേ ദൈവമേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. 22-ാം വാക്യത്തിലെ യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് കാരണങ്ങളുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ മറ്റുള്ള നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കാരണങ്ങൾ ഉള്ളൂ. പലപ്പോഴും നമ്മൾ പറയും, എനിക്കൊരു അസുഖം വന്നു, ആരും വീട്ടിൽ വന്നില്ല, പ്രാർത്ഥിച്ചില്ല. കാര്യം എന്തെങ്കിലും ചെയ്യേ, ആരോഗ്യമുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ, എന്തെങ്കിലും ഓർക്കണ്ടേ? ഈ സഹോദരി എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ സഹോദരി എനിക്ക് ഒന്നുമില്ലാഞ്ഞ സമയത്ത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് പൈസ ഒന്ന് സഹായിച്ച സഹോദരിയാണ് എന്ന് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഏലിയാവ് അങ്ങനെ പെട്ടെന്ന് ഓർത്തു, ദൈവം എൻ്റെ ദുഃഖത്തിൽ എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിച്ച വിധവയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചോദിച്ചു, ദൈവം ഉത്തരം നൽകി ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നത്? അവർക്ക് ഒരു കാരണം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ പരാതി പറയും, ഇല്ല പ്രാർത്ഥിക്കുന്നില്ലെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ദ്രോഹം ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണവുമില്ല ദോഷവുമില്ല ആ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആവശ്യം വരും അത്രയുള്ള പ്രാർത്ഥന നമുക്കും പലപ്പോഴും കിട്ടത്തുള്ളൂ. അപ്പം അവളുടെ ഭവനം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കാനുള്ളൊരിടമായിട്ട് മാറി അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചില ഒന്നുമില്ലാത്ത ആൾക്കാർ ഒന്നുമില്ല, പക്ഷെ അവർ കർത്താവിന് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന കാണുമ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം അവരുടെ പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള പൈസ അവർ പോലും അറിയാത്ത ആൾക്കാർ, ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ വിദ്യാഭ്യാസമുള്ള പൈസ അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണും. അവർക്ക് വസ്ത്രം, അവരിടുന്ന വസ്ത്രം കണ്ട് ഞെട്ടിപ്പോവും. എത്ര വിലയുള്ള ഡ്രസ്സ് ഇടുന്നറിയാമോ? ഇതൊന്നും അവർ വാങ്ങിക്കുന്നതല്ല, അവർക്ക് ആരെങ്കിലും കൊടുക്കുന്നത്. ഇതാരാ പ്രൊവൈഡ് ചെയ്യുന്നത്? അവരെ കണ്ടാൽ നല്ല മാന്യമായിട്ട് നല്ല വില കൂടി ഡ്രസ്സ് ധരിച്ച് അവർ നിൽക്കുന്നു അല്ലേ? വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്നു. അവർക്ക് 5 പൈസയില്ല, അവരുള്ളത് മുഴുവൻ എങ്ങോട്ടാണ് ഇടുന്നത്? ദൈവത്തിനായിട്ട് കൊടുക്കും. ദൈവം അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. പക്ഷേ നമ്മളൊരു 500 രൂപ സ്തോത്രാശിട്ട് നമ്മൾ പറയും, ഈ വലിയ കാര്യം, ആ സഹോദരി 500 രൂപ ഇടുള്ളൂ, നന്നായിട്ട് കൊടുക്കും കേട്ടോ എന്ന് പറയും. പക്ഷേ ഒന്നുമില്ലാതെ കൊടുക്കുന്നവരെ പറ്റി 10 രൂപ നമ്മൾ പറയുമോ, അതൊന്നും കൊടുക്കത്തില്ല. അവർക്ക് 10 രൂപയേ ഉള്ളൂ. 10 രൂപ അവർ എന്ത് ചെയ്തു? വിശ്വസ്തമായിട്ട് ദൈവം അതാണ് കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ 500 കിട്ടുന്നുള്ളതല്ല, നമുക്ക് എത്ര വരുമാനമുണ്ട്, എത്ര ത്യാഗപൂർവ്വമായിട്ടാണ് കൊടുത്തെന്നുള്ളതാണ് ദൈവം അവിടെ നോക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ സാരഫാത്തിലെ വിധവയെ പോലെ തന്നെ ബൈബിൾ സ്ത്രീയാണ്, അതുപോലല്ല, അതിന് ഓപ്പോസിറ്റ് സഫീറ എന്ന് പറഞ്ഞ സ്ത്രീ ഇല്ലേ? പൊതുവെ സഫീറ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു. സാരഫാത്തിലെ വിധവ നോക്കിയാൽ അവർക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. സഫീറയ്ക്കോ ഇഷ്ടം പോലെ സ്വത്തുക്കളും അല്ലേ വസ്തുക്കളും ഒക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ വിധവ എന്താ ചെയ്തത്? അവൾ സത്യസന്ധമായിട്ട് അവൾ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ സഫീറ എന്താ ചെയ്തത്? ഇവിടെ സത്യസന്ധമായിട്ട് കൊടുത്തു. അവിടെ കൊടുത്തതിനെ പറ്റി അവൾ നുണ പറഞ്ഞു. ഇവള് വിധവ എന്ത് ചെയ്തു? തൻ്റെ ഇല്ലായ്മയിലും ദൈവത്തിൽ ആശ്രയിച്ചു. സഫീറ എന്താ ചെയ്തത്? തൻ്റെ ധാരാളമുണ്ട്, പക്ഷേ അവൾ ഇല്ലായ്മയിൽ ഇവിടെ കൊടുത്തു. അവിടെ പണം നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ഇങ്ങനെ ഭയപ്പെട്ട് അവൾ ജീവിച്ചു. അവസാനം എന്ത് ചെയ്തു? വിധവ അനുഗ്രഹം പ്രാപിച്ചു. സഫീറ അവിടെ മരണപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, രണ്ടുപേരെ സാഹചര്യം നോക്കിയേ, ജസ്റ്റ് ഓപ്പോസിറ്റ് സാഹചര്യങ്ങൾ. പക്ഷെ അനുഗ്രഹിക്കപ്പെട്ടത് ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടത് ഇവിടെ വിധവയാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ എന്താ? നമ്മുടെ ഇല്ലായ്മയിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ നമ്മുടെ അനുസരണത്തിൻ്റെ ചെറിയ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ വിശ്വാസം പ്രകടമാകുന്നത്. നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ വിശ്വാസം പ്രകടമാകുന്ന എങ്ങനെ? നമ്മുടെ അനുസരണത്തിൻ്റെ ചെറിയ പ്രവൃത്തിയിലൂടെയാണ്.
അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വിഷമമേറിയ സാഹചര്യങ്ങളിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ഇടവരും. നമുക്കൊന്നുമില്ലായിരിക്കും, നമ്മുടെ സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കാം, വളരെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാവരും എന്നെക്കാളും ഉള്ളവരാണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ഭാരപ്പെടേണ്ട, നമ്മുടെ ഇല്ലായ്മയിൽ വിശ്വസ്തമായിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ, കർത്താവിന് വേണ്ടി കൊടുത്താൽ, അല്ലേ, കർത്താവ് കൽപ്പനകൾ അനുസരിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ആ ഉള്ളവരൊക്കെ ദൈവം തട്ടിമാറ്റും, അല്ലേ. നമ്മൾ ചിലപ്പോൾ ഉള്ളവർ കൊടുത്തത് അവരെ അനുഗ്രഹിക്കും കേട്ടല്ലോ. ഉള്ളവരെല്ലാവരും തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉള്ളവർ കൊടുത്താൽ അവരെ ദൈവം അനുഗ്രഹിക്കും, അല്ലേ. വിശ്വസ്തമായിട്ട് നിൽക്കുന്ന ആരാണോ അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളങ്ങനെ ദൈവത്തെ മാനിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ തീർച്ചയായിട്ടും മാനിക്കും. ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് തീരുമാനമെടുത്ത സമയത്ത് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ നെയ്ബറായിട്ടുള്ള ആൻറ്റി ഇങ്ങനെ വേലയ്ക്ക് കോളേജിൽ പോകുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് ചോദിച്ചു വന്നപ്പം ഇങ്ങനെ രാജി വെച്ചതൊക്കെ പറഞ്ഞപ്പോഴത്തേനും അയ്യോ എന്ന് പറഞ്ഞ്, ഇത്ര നാൾ നല്ലതായിട്ട് ജീവിച്ച കുടുംബമാണ്, ഇനിയിപ്പോൾ കണ്ടോ ഈ പിള്ളേർ വിശന്ന് നടക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. പിള്ളേർ കഷ്ടപ്പെടുന്നത് കണ്ടോന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം അവരുടെ വീട്ടിൽ അടുക്കളയിൽ എന്തോ സാധനം തീർന്നു പോയി, തക്കാളിയോ അങ്ങനെ എന്തോ ഒരു സാധനം തീർന്നു പോയി. അപ്പോൾ നോക്കണം, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരാണ്, തീർന്നു ഓടി അങ്ങനെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം ഇവിടെ വന്നത്, കാരണം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒരു വീട്ടിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, ഒരു 2 വർഷവും എന്താ പറഞ്ഞിട്ട് പോയി, ഇവിടെ കിടന്ന് കഷ്ടപ്പെടും, പിള്ളേർ പട്ടിണി കിടക്കും എന്നൊക്കെ പറഞ്ഞവർ, അല്ലേ, അവസാനം ഓടി വന്നത് ഇവിടാണ്. അപ്പം നമ്മൾ ദൈവത്തെ മാനിച്ചാലും ദൈവം മറ്റു കളിയാക്കാൻ മുമ്പിലൊക്കെ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മളെ തീർച്ചയായിട്ടും നിർത്തും. ഞാനൊരു സംഭവം കഥ പറഞ്ഞു നിർത്താം. ഒരു ലോട്ടി മൂൺ എന്ന് പറഞ്ഞൊരു മിഷണറി ആയിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഈ സാരഫാത്ത വിധവയെ പോലെ തനിക്കുള്ള മുഴുവൻ കൊടുത്തൊരു സ്ത്രീയാണ്. അവളങ്ങനെ വിദ്യാഭ്യാസമൊക്കെ നേടി അമേരിക്കയിൽ ജനിച്ചു വളർന്നു. അങ്ങനെ അവളെ ദൈവം മിഷണറി വേലയ്ക്കായിട്ട് വിളിക്കുന്നതായിട്ട് അവൾക്ക് ബോധ്യം വന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്തു? അവൾ ചൈനയിലേക്ക് മിഷണറി വേലയ്ക്കായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് വേലക്കാരെ അങ്ങനെ ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്ന സമയമൊന്നുമല്ല, വളരെ തുച്ഛമായ പണമൊക്കെ വേലക്കാർക്കുള്ളൂ. അങ്ങനെ അവൾ ചൈനയിൽ ചെന്ന് അവിടുത്തെ ഭാഷയൊക്കെ പഠിച്ചു. അവിടെ വേല ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു ക്ഷാമം വന്നു. ആഹാരം അങ്ങനെ ഇല്ലാതെയായി. അങ്ങനെ ഇവളെന്തെങ്കിലും കുറച്ചെന്തെങ്കിലും ആഹാരം, ചോറ്, അങ്ങനെ എന്തെങ്കിലും റൈസ് എന്തെങ്കിലും ഉണ്ടാക്കും, അവിടെ വെക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം എന്നും ആൾക്കാരുടെ ഡോറെ വന്ന് മുട്ടുക വിശന്നിട്ട് തരാമോ എന്ന് ചോദിച്ചാൽ ഇവളുണ്ടാക്കി വെക്കുന്നൊക്കെ ഇവളെന്ത് ചെയ്യും? ഇവളങ്ങനെ കൊടുക്കാനായിട്ട് എല്ലാം എടുത്ത് കൊടുത്തു. അവസാനം ഇവളുടെ ശരീരം ക്ഷീണിച്ചു. ഇവളങ്ങനെ വല്ലാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ എങ്ങനെയും തിരിച്ച് അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞ് ഇവളെ കപ്പൽ കയറ്റി വിട്ടു. അവൾ പോകുന്ന വഴിക്ക് അവൾ മരിച്ചുപോയി. കാരണം എന്താ? ആഹാരം കഴിക്കാൻ അവൾ മരിച്ചുപോയി. പക്ഷേ ഇവള് ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിരുന്നു. അവൾ അമ്മയ്ക്കുള്ള സഹോദരിമാർക്ക് ലെറ്റർ എഴുതിയിരുന്നു. ഇങ്ങനെ ഇവിടെ കർത്താവിൻ്റെ വേലയുണ്ട്, വേലയ്ക്ക് വളരെ പണം ആവശ്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ഈ സഹോദരിമാരങ്ങനെ ഒരു കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു $2000 കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇവൾ മരിച്ചു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഇവൾ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പൈസ കളക്ട് ചെയ്തു. 2000 കളക്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിൽ കൂടുതൽ കളക്ട് ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ വേലക്കാർക്ക് കൊടുത്തു. അങ്ങനെ അവസാനം പിന്നീട് ഈ സഹോദരിമാർ പലരെ അറിയിച്ച് അങ്ങനെ ഇന്നത് വലിയൊരു മിഷണറിമാരെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറി. എന്നാൽ ഇന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് മിഷണറിമാർക്ക് ഈ സഹോദരിമാർ വേലയ്ക്കായിട്ട് കൊടുക്കുന്നത്. നോക്കിയേ, ഒരു സഹോദരി തനിക്കുള്ളത് മുഴുവൻ എന്ത് ചെയ്തു? തനിക്കുള്ളത് മുഴുവൻ തൻ്റെ ഡോറെ വന്ന് മുട്ടിയർക്ക് കൊടുത്തു. അവൾ മരിച്ചുപോയി. പക്ഷേ ഇന്ന് എന്ത് ചെയ്തു? ആ വിധവയെ പോലെ മുഴുവൻ കൊടുത്തു. ഇന്ന് അനേക വേലക്കാർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? ഒരാകുല നിറഞ്ഞ സാഹചര്യമാണ് ആ മിഷണറിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ മധ്യത്തിൽ അവൾ എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനായിട്ട് കൊടുത്തു. ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ലേ? ഇന്ന് സഹോദരിമാരുടെ ക്യാമ്പ് നടക്കുന്നു. നമ്മൾ സഹോദരിമാരെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഞാൻ പറയട്ടെ, ഒരു സഹോദരി 50 രൂപ പറ്റത്തുള്ളൂ വിചാരിച്ചോ. 50 രൂപ സേവ് ചെയ്യാൻ, ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുന്ന സഹോദരി, അങ്ങനെ ഒരു 10 സഹോദരിമാർ അങ്ങനെ ഒരു മാസം 50 രൂപ വെച്ച് സേവ് ചെയ്തേ. അങ്ങനെ ഒരു വർഷമാകുമ്പോൾ എത്ര ആവും? 6000 രൂപയായില്ലേ? 100 രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 സഹോദരിമാർ ഒരു വർഷം കൂടെ എത്ര ഉണ്ടാക്കും? അതുപോലെ ചിലർക്ക് 500 രൂപയായിരിക്കും, ചിലർക്ക് 200 രൂപയായിരിക്കും, ചിലർക്ക് 500 രൂപയായിരിക്കും. ഈ 10 സഹോദരിമാർ ഇങ്ങനെ 100 രൂപ പറ്റുന്നവർ 100 രൂപ, 50 രൂപ പറ്റുന്നവർ 50 രൂപ, അല്ലെ 200 രൂപ പറ്റുന്നവർ 200 രൂപ, അങ്ങനെ സേവ് ചെയ്യുന്നത് 500 രൂപ പറ്റുന്നവർ 500 രൂപ ഓരോ മാസം സേവ് ചെയ്ത് വെച്ച് നോക്കിയേ. നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴത്തേനും 1,00,000 കൂടുതൽ രൂപ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ 1,00,000 രൂപ ഉണ്ടാക്കിയത് വെറും 40 സഹോദരിമാർ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു. ഈ കണക്കനുസരിച്ച് 1,00,000 രൂപ ഉണ്ടാക്കുക 40 സഹോദരിമാർ. ഇവിടെ നമ്മൾ എത്ര സഹോദരിമാരുണ്ട്? നമ്മൾ എന്തിനെല്ലാം പൈസ കളയുന്നല്ലേ? നമ്മൾ പറയും ഭർത്താക്കന്മാരോട് സഹകരിക്കണ്ടേന്ന്. ഞാൻ പറയാം, വെറുതെ ഇന്ന മനുഷ്യനെ കൊലപാതകനാക്കാൻ ഒരു സഹോദരിക്ക് കഴിയും അല്ലേ? എങ്കിൽ പിന്നെ 50 രൂപ വാങ്ങിക്കാൻ കഴിയത്തില്ലേ?
ഒരു എന്താ പറയുക, ഒരു യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത എസ്തറിന് തന്റെ രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ഒരു ഭർത്താവിനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ, ഒരു പ്രവാചകൻ നടന്നു പോയതേ ഉള്ളൂ, ഒരു റൂം ഉണ്ടാക്കാനായിട്ട് ഒരു സഹോദരിക്ക് ഭർത്താവിനെ സ്വാധീനിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെല്ലാം ചോദിച്ചു വാങ്ങിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഈ ഒരു മൈൻഡ് ഇല്ല, ഈ മിഷണറിയെ പോലെ ഒരു മൈൻഡ് പലപ്പോഴും നമുക്കില്ല. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും മാറ്റി വെച്ചാൽ, അല്ലേ, ചെറിയ ചെറിയ തുകകൾ മാറ്റി വെച്ചാൽ ഒരു വർഷം ആകുമ്പോഴത്തേനും ഞാൻ പറയാം, ഈ സിസ്റ്റേഴ്സ് ക്യാമ്പിനോ അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത സഹോദരിമാർക്ക് ആവശ്യങ്ങൾക്കോ വിദ്യാഭ്യാസത്തിലത് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കോ മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്കോ ധാരാളം സൽപ്രവൃത്തികൾ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. പക്ഷെ പലപ്പോഴും നമ്മൾ മാറ്റി വെക്കത്തില്ല. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പം അവർ പറഞ്ഞു, ഞങ്ങളുടെ അവർ വിശ്വാസികളല്ല, പള്ളി പണിയുക. അവരെങ്ങനെ കളക്ട് ചെയ്യുന്നറിയാമോ രൂപ? ആക്രി സാധനങ്ങൾ വിൽക്കത്തില്ലേ, അതിൻ്റെ പൈസ എല്ലാവരും സൂക്ഷിച്ചു വെച്ചു. 1,00,000 രൂപ അവരുണ്ടാക്കി പള്ളിപ്പണിക്ക് വേണ്ടി. ഈ സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ആക്രി സാധനങ്ങളിലെ പൈസ വിൽക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. അത്രയും നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിധവയെ പോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ 5,000 രൂപയുടെയും 4,000 രൂപയുടെയും 600 രൂപയുടെയും ചെരുപ്പും ബാഗും സാരിയൊക്കെ നമ്മൾ ഇടുന്നില്ലേ, അതിൽ 50 രൂപ മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം സാഹചര്യങ്ങളെ ഒരിക്കലും നമുക്ക് ദൈവമുള്ള സാഹചര്യങ്ങളെ നമ്മൾ ദൈവത്തിനായിട്ട് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് അമ്മമാരെ തീരുക, ഇല്ല വലിയ ദേവദാസന്മാരെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇസ്രായേലിനെ പോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഭർത്താക്കന്മാരെ അല്ലേ പ്രേരിപ്പിക്കാതിരിക്കുക. ഒരു കുടുംബത്തെ പണിയാനായിട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ആ വിധവയെ പോലെ നമുക്ക് ന്യായമായിട്ട് ഒന്നും ഇല്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞതാണ്, ദേവദാസൻ എന്നോട് പറഞ്ഞതാണ് ഇതെന്ന് പറഞ്ഞത്, നമ്മുടെ ആ ഒന്നും ഇല്ലായ്മ ദൈവത്തെ അനുസരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ പ്രയോജനപ്പെടാനായിട്ട് സാധിക്കും. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ.